بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ബഖറയുടെ തഫ്സീറിൽ 54 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണമാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ് ഖുൽതും യാ മൂസ ലൻ നുഅ്മിന ലക ഹത്താ നറ അല്ലാഹ ജഹറ فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم من بعد موتكم لعلكم تشكرون. വൈദ് ഖുൽതും, നിങ്ങൾ പറഞ്ഞ സന്ദർഭം, അഥവാ ഇസ്രായേല്യരോടാണ് അള്ളാഹുവിൻ്റെ അഭിസംബോധന. നിങ്ങൾ പറഞ്ഞ സന്ദർഭം, ലൻ നുഅ്മിന ലക്, ഞങ്ങൾ താങ്കളെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന്. ഇവരിത് ആരോടാണ് പറഞ്ഞത്? മൂസ അലൈഹിസ്സലാമിനോടാണ് പറഞ്ഞത്. ഹത്ത നറ അല്ലാഹ ജഹ്റ, ഞങ്ങൾ അള്ളാഹുവിനെ പരസ്യമായി കാണാത്തിടത്തോളം, അള്ളാഹുവിനെ നേർക്കുനേരെ കണ്ടാലല്ലാതെ ഞങ്ങൾ താങ്കളിൽ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭം, ഫഅഖദത്കും, അത് കാരണത്താൽ നിങ്ങൾ പിടികൂടി, അസ്സാഇഖതു, സാഇഖ എന്നാൽ ഒരു ഘോര ശബ്ദമാണ്, അഥവാ അള്ളാഹു അവരെ മരിപ്പിച്ചു. വഅൻതും തൻദുറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ നിങ്ങളെ ആ ശബ്ദം പിടികൂടി. സുമ്മ ബഅസ്നാകും, പിന്നെ അവൻ നിങ്ങളെ ജീവിപ്പിച്ചു. മിൻ ബഅദി മൗതികും, നിങ്ങളുടെ ആ മരണത്തിനു ശേഷം. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി. ഇസ്രായേലരിൽ സംഭവിച്ച മറ്റൊരു അവരുടെ വലിയ നന്ദികേടും അവർ ചെയ്ത തെറ്റുമാണ് ഈ ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞത്. എന്താണത്? മൂസ അലൈഹിസ്സലാം റബ്ബ് അവിടുത്തോട് സംസാരിച്ചതും തൗറാത്ത് നൽകിയതുമെല്ലാം പറഞ്ഞപ്പോൾ ഇസ്രായേലരിൽ ചിലർ പറഞ്ഞു, ഞങ്ങളിത് വിശ്വസിക്കുകയില്ല. വിശ്വസിക്കണമെങ്കിൽ എന്തു വേണം? അള്ളാഹുവിനെ നേരിട്ട് കാണിച്ചു തരണം. നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ അള്ളാഹുവിനെ ഞങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അള്ളാഹു അതിന് അവരെ ശിക്ഷിച്ചു. ഒരു ഘോര ശബ്ദം അവരെ പിടികൂടി, അവർ മരിച്ചു വീണു എന്നാണ്. നോക്കൂ, ഈ സന്ദർഭത്തിൽ മൂസ അലൈഹിസ്സലാം അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചു, അള്ളാഹുവിനോട് തേടി. അള്ളാഹു അവരെ വീണ്ടും ജീവിപ്പിച്ചു. എന്തുകൊണ്ടാണ് അള്ളാഹു അവർക്ക് ഈ ശിക്ഷ നൽകിയത്? കാരണം അവരുടെ ഈ ചോദ്യം സംശയത്തിൻ്റെ, നിഷേധത്തിൻ്റെ, നന്ദികേടിൻ്റെ ചോദ്യമായിരുന്നു. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട്, അള്ളാഹുവെ നിന്നെ എനിക്ക് കാണിച്ചു തരൂ, അരിനി അൻദുർ ഇലൈക്, ഞാൻ നിന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ ശിക്ഷിച്ചിട്ടില്ല. കാരണം ആ ചോദ്യം റബ്ബിനെ കാണാനുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ചോദ്യമാണ്. അങ്ങനെയുള്ള ചോദ്യമായിരുന്നത്. എന്നാൽ ഈ ഖൗമിൻ്റെ ചോദ്യം അതല്ല. അവർ പറഞ്ഞത് ലൻ നുഅ്മിന ലക്, ഞങ്ങൾ നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. ഹത്താ നറ അല്ലാഹ ജഹറ, അള്ളാഹുവിനെ ഞങ്ങൾ പരസ്യമായി കണ്ടാലല്ലാതെ. രണ്ടു ചോദ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. മൂസ അലൈഹിസ്സലാം അള്ളാഹുവെ നിന്നെ കണ്ടാലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. നഊദു ബില്ലാഹ്, ഒരിക്കലുമില്ല. മറിച്ച് മൂസ അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി അരിനി അൻദുർ ഇലൈക്, റബ്ബേ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാൻ നിന്നെ നോക്കട്ടെ എന്നാണ്. അത് റബ്ബിനോടുള്ള സ്നേഹത്തിൻ്റെ, അള്ളാഹുവിൻ്റെ സംസാരം കേട്ടപ്പോൾ അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടുണ്ടായ ചോദ്യമാണ്. എന്നാൽ ഖൗമിൻ്റെ ചോദ്യം ആ ചോദ്യമല്ല. അവർ പറയുന്നത് ലൻ നുഅ്മിന ലക്, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഹത്താ നറ അല്ലാഹ ജഹറ, അള്ളാഹുവിനെ ഞങ്ങൾ പരസ്യമായി കണ്ടാലല്ലാതെ. അള്ളാഹു ആ ചോദ്യത്തിന്, ഈ കൊടിയ നിഷേധത്തിൻ്റെ ചോദ്യത്തിന് അവരെ ശിക്ഷിച്ചു, മരിപ്പിച്ചു കളഞ്ഞു. ഒരു ഘോര ശബ്ദം അവരെ പിടികൂടിയെന്നാണ്. മൂസ അലൈഹിസ്സലാം അവർക്ക് വേണ്ടി തേടിയെന്ന് തഫ്സീറുകളിൽ കാണാം. അങ്ങനെ അള്ളാഹു അവരെ വീണ്ടും മരിച്ചതിന് ശേഷം ഈ ലോകത്ത് വെച്ച് തന്നെ ജീവിപ്പിച്ചു. അവർ മരിച്ചതിന് ശേഷം വീണ്ടും ജീവിപ്പിച്ചു. സൂറത്തുൽ ബഖറയിൽ ദുനിയാവിൽ
വെച്ചു തന്നെ അള്ളാഹു മരിപ്പിക്കുകയും എന്നിട്ട് ജീവിപ്പിക്കുകയും ചെയ്ത 5 കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നിതാണ്, ആദ്യത്തേത് ഇതാണ്. സൂറത്തുൽ ബഖറയിൽ മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല 5 മരണത്തിന് ശേഷം അള്ളാഹു ജീവിപ്പിച്ച കഥ ദുനിയാവിൽ വെച്ച് അത് പറഞ്ഞിട്ടുണ്ട്. ആ 5 കഥകളിൽ ഒന്ന് ഇതാണ്. പരലോകം ഉണ്ട് എന്നതിനുള്ള, അള്ളാഹു മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കും എന്നതിനുള്ള തെളിവുകളിൽ, അതിനുള്ള അനേകം തെളിവുകളിൽ ഒരു തെളിവാണ് ഈ ലോകത്ത് വച്ച് തന്നെ അള്ളാഹു പലരെയും മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ചിട്ടുണ്ട് എന്നത്. പലർക്കും അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ലോകത്ത് വെച്ച് തന്നെ മൗത്ത് വിധിച്ചു, അവരെ മരിപ്പിച്ചു, എന്നിട്ട് പിന്നെയും ജീവിപ്പിച്ചു. അള്ളാഹു അന്ത്യനാളിൽ ആളുകളെ മരണത്തിനു ശേഷം ജീവിപ്പിക്കും എന്നതിനുള്ള തെളിവുകളിലൊന്നാണ്. അത് ചരിത്രത്തിൽ അറിയപ്പെട്ട കാര്യമാണ്. ഒരാൾക്കും നിഷേധിക്കാനാവാത്ത വിധം കൊടാനുകൂടി മനുഷ്യർ കൈമാറി വന്ന വിവരമാണിത്. മുസ്ലിമീങ്ങൾക്ക് മാത്രം വന്നു കിട്ടിയതല്ല, മറിച്ച് പഴയ കിതാബുകൾ നൽകപ്പെട്ട ആളുകൾക്ക് ഇത്തരം കഥകളെക്കുറിച്ച് അറിയാം. കേവല കഥയല്ല, മറിച്ച് ചരിത്രത്തിൽ അറിയപ്പെട്ട സംഭവങ്ങളാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അത് തെളിവാണ് അള്ളാഹു മരിച്ചതിന് ശേഷം പരലോകത്ത് ജീവിപ്പിക്കും എന്നതിന്. കാരണം ഈ ലോകത്ത് ജീവിപ്പിച്ച അവന്, ഈ ലോകത്ത് വെച്ച് തന്നെ മരിച്ചവരെ ജീവിപ്പിച്ച റബ്ബിന് അന്ത്യനാളിൽ അവരെ രണ്ടാമത് ജീവിപ്പിക്കാൻ എന്തു പ്രയാസം? ഒരു പ്രയാസവുമില്ല. അതിലൊരു കഥ ഇതാണ്. അള്ളാഹു ഇസ്രായേലരിൽ ചിലരെ അവനെ കാണിച്ചു തരണം, എന്നാലെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞതിന് മരിപ്പിച്ചു, വീണ്ടും ജീവിപ്പിച്ചു. രണ്ടാമത്തെ കഥ ഈ സൂറത്തിൽ തന്നെ ഉള്ള 5 കഥകളിൽ രണ്ടാമത്തേത്, ഇസ്രായേലർ ഒരാളെ കൊന്നു, അവരിൽ ഒരു കൂട്ടർ ഒരാളെ കൊന്നു, എന്നിട്ട് കൊലപാതകി ആരാണ് എന്നതിൽ അവർക്ക് ഇടയിൽ തർക്കമായി. അപ്പോഴാണ് അള്ളാഹു മൂസ അലൈഹിസ്സലാമിനോട് അവരോട് പശുവിനെ അറുക്കാൻ പറയുന്നത്. ഒരു പശുവിനെ ഒരുപാട് സംസാരങ്ങൾക്ക് ശേഷം അവർ അറുത്തു. അള്ളാഹു പറഞ്ഞു, ഫഖുൽ നദ്രിബൂഹു ബിബഅദിഹാ കദാലിക യുഹ്യില്ലാഹുൽ മൗത. ആ അറുക്കപ്പെട്ട പശുവിൻ്റെ ഒരു ഭാഗം കൊണ്ട് നിങ്ങൾ ഈ മരിച്ചയാളെ അടിക്കുക. അങ്ങനെയാണ് അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. ആ ഭാഗം കൊണ്ട് മരിച്ച ആൾ അവരടിച്ചു. മരിച്ചയാൾ എഴുന്നേറ്റ് നിന്നു, ജീവനോടെ അയാൾ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാ ഇയാളാണ് എന്നെ കൊന്നത്. കൊന്ന ആളെ അയാൾ പറഞ്ഞു. എന്നിട്ട് അയാൾ വീണ്ടും മരിച്ചു. സുബ്ഹാനല്ലാഹ്. ഇതാണ് രണ്ടാമത്തെ സംഭവം, രണ്ടാമത്തെ കാര്യം, കഥ ഇതാണ്. മൂന്നാമത്തെ കഥ അള്ളാഹു പറഞ്ഞു, അലം തറ ഇലല്ലദീന ഖറജു മിൻ ദിയാരിഹിം وهم ألوف حذر الموت فقال لهم الله موتوا ثم أحياهم. ألم تر إلى الذين خرجوا من ديارهم. ഒരു കൂട്ടരെ കുറിച്ച് ഓ നബിയെ താങ്കൾ കണ്ടുവോ? അവരുടെ വിവരം താങ്കൾക്ക് വന്നു കിട്ടിയോ? വഹും ഉലൂഫ്, ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അവരവരുടെ നാടുകൾ വിട്ട് പുറത്തേക്ക് പോയി. എന്തിനു വേണ്ടിയാണ് പുറത്തേക്ക് പോയത്? ഹദർ അൽ മൗത്ത് പേടിച്ചിട്ട് പോയതാണ്. മരണം പേടിച്ചിട്ട് സ്വന്തം നാട് വിട്ടുപോയ ആളുകളാണവർ. കാരണം അവരുടെ നാട്ടിൽ എന്തോ ഒരു പകർച്ചവ്യാധിയോ മറ്റോ ബാധിച്ചിട്ടാണ് അവർ ഇങ്ങനെ ചെയ്തത്. അവരുടെ നാട് വിട്ടുപോയി, മരണത്തെ പേടിച്ചിട്ടാണ് ഈ പോയത്. ആയിരക്കണക്കിന് ആളുകൾ. ഫഖാല ലഹുമുല്ലാഹു മൂതു, അള്ളാഹു അവരോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുക. അള്ളാഹു അവരെ മരിപ്പിച്ചു. സുമ്മ അഹ്യാഹു, എന്നിട്ട് അള്ളാഹു അവരെ വീണ്ടും ജീവിപ്പിച്ചു. ഇതാണ് മൂന്നാമത്തെ കഥ. നാലാമത്തേത് അള്ളാഹു പറഞ്ഞു, ഔ കല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ ഖാല അന്ന യുഹ്യി ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ. തകർന്നടിഞ്ഞ ഒരു നാട്ടിൻ്റെ അരികിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ. അത് ഉസൈർ നബിയായിരുന്നു എന്ന് തഫ്സീറുകളിൽ ഒരു അഭിപ്രായമുണ്ട്. വല്ലാഹു അലം. ഖുർആനിൽ അള്ളാഹു പേര് പറഞ്ഞിട്ടില്ല. ഒരാൾ, അദ്ദേഹം തകർന്നടിഞ്ഞ ഒരു നാട്ടിൻ്റെ അരികിലൂടെ കടന്നുപോയി. നാടൊന്നാകെ തകർന്നു കിടക്കുകയാണ്, നശിച്ച ഒരു നാട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അന്ന യുഹ്യി ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ. എങ്ങനെയാണ് അള്ളാഹു ഈ നാട്ടിനെ ഇങ്ങനെ ചത്തൊടുങ്ങിയതിനു ശേഷം ജീവിപ്പിക്കുക? ഫഅമാതഹുല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിച്ചു. 100 ആമിൻ, 100 വർഷം. സുമ്മ ബഅദ, എന്നിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഖാല കം ലബിസ്ത്, അള്ളാഹു ചോദിച്ചു, നിങ്ങൾ എത്ര കാലം ജീവിച്ചു? എത്ര കാലം കഴിച്ചുകൂട്ടി? എത്ര കാലം ഇങ്ങനെ മരണത്തിൽ കിടന്നു?
അദ്ദേഹം പറഞ്ഞു ഖലയൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമില്ല, കുറച്ച്, ഒരു ദിവസത്തിൽ അല്പം. സുബ്ഹാനല്ലാഹ്, 100 വർഷം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തോട് ഇത് ചോദിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെയാണ് പരലോകത്തും യഥാർത്ഥത്തിൽ സംഭവിക്കുക. ആളുകളോട് ദുനിയാവിലെ കാലത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്താണ് അവരുടെ മറുപടി? ഖാല കം ലബിസ്തും ഫിൽ അർദി അദദ സിനീൻ. എത്ര കാലം, എത്ര വർഷം നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്നു? ഖാലു യൗമൻ ഔ ബഅദ യൗമിൻ ഫസ്അലിൽ ആദ്ദീൻ. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ അല്പം. ഫസ്അലിൽ ആദ്ദീൻ, എണ്ണിയവരോട് ചോദിക്കൂ. ഖാല ഇൻ ലബിസ്തും ഇല്ലാ ഖലീല. അല്ലാഹുവിൻ്റെ മറുപടി, നിങ്ങൾ കുറച്ചേ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ. ശരിയാണത്, അല്പം മാത്രം. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ച പരലോകം, അതും പരലോകവുമായി ഈ ലോകത്തെ തട്ടിച്ചു നോക്കിയാൽ ഇത് ഒന്നുമല്ല. ഇത് പ്രസ്താവ്യമായ ഒരു കണക്കേ ഇതിനില്ല. അതുപോലെ സുബ്ഹാനല്ലാഹ്, ഇദ്ദേഹത്തെ 100 വർഷം മരിപ്പിച്ച് അള്ളാഹു ജീവിപ്പിച്ച ശേഷം ചോദിച്ചു എത്ര കാലം കഴിച്ചു കൂട്ടി? അദ്ദേഹം പറഞ്ഞു യൗമൻ ഔ ബഅദ യൗം. ഖാല ബൽ ലബിസ്ത മിഅത ആം. അല്ല, നിങ്ങൾ 100 വർഷം കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ഫൻദുർ ഇലാ തആമിക വശറാബിക ലം യതസന്നഹ്. നിങ്ങൾ കൂടെ കരുതിയിരുന്ന ഭക്ഷണവും പാനീയവും ഉണ്ടായിരുന്നല്ലോ, അത് നോക്ക്, അതിനൊന്നും സംഭവിച്ചിട്ടില്ല. അത്ഭുതകരമായി 100 വർഷം അദ്ദേഹത്തിൻ്റെ ഭക്ഷണവും പാനീയവും അള്ളാഹു കേടുവരാതെ സംരക്ഷിച്ചു. വൻദുർ ഇലാ ഹിമാരിക. താങ്കളുടെ കഴുതയെ നോക്കൂ, അത് 100 വർഷം കഴിഞ്ഞപ്പോൾ അത് ചത്ത് അതിൻ്റെ മാംസങ്ങളെല്ലാം ജീർണിച്ചു പോയി അസ്ഥികൂടമായിരിക്കുന്നു. വലിനജഅലക ആയതൻ ലിന്നാസ്. താങ്കളെ നാം ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തമാക്കുവാൻ വേണ്ടിയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് അള്ളാഹു പറഞ്ഞു, അതിൻ്റെ എല്ലുകളിലേക്ക് നോക്കുക. വൻദുർ ഇലൽ ഇളാം കൈഫ നുൻശിസുഹാ സുമ്മ നക്സൂഹാ ലഹ്മ. എങ്ങനെയാണ് നാം അതിനെ വീണ്ടും കൊണ്ടുവരുന്നത്? ആ കഴുതയെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ വീണ്ടും ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്തു എന്നാണ്. അതിൻ്റെ എല്ലുകൾ പരസ്പരം കൂടിച്ചേർന്നു, മാംസം അതിനെ പൊതിഞ്ഞു, അതിനെ വീണ്ടും പഴയതുപോലെ ആക്കി തീർത്തു. നീ അറിയുക, അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. വഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണ് 4ാമത്തെ കഥ. അതിലെ പാഠമാണ്, വലിയൊരു പാഠമാണ് അഹ്ലുസുന്ന വിശ്വസിക്കുന്നത്. മുസ്ലിമീങ്ങളുടെ യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ചവരെ മറ്റൊരു സൃഷ്ടി ആയി അള്ളാഹു പുതിയതായി പടക്കുകയല്ല ചെയ്യുക. മനസ്സിലായില്ലേ? മരിച്ചവരെ അള്ളാഹു വേറൊരു പുതിയ സൃഷ്ടിയായി പടക്കുകയല്ല ചെയ്യുക. മറിച്ച് ഇതേ ശരീരത്തെ ആണ് അള്ളാഹു കൊണ്ടുവരിക പരലോകത്ത്. ഇതേ ശരീരം, മണ്ണോട് മണ്ണിൽ അലിഞ്ഞു ചേർന്ന ഈ ശരീരത്തെ അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരുമിച്ച് ചേർക്കുകയാണ് ചെയ്യുക. ഭൂമിയോട് അള്ളാഹു കൽപ്പിക്കും, അത് വീണ്ടും വരും. മണ്ണോട് മണ്ണ് ചേർന്നതിന് അള്ളാഹു വീണ്ടും കൊണ്ടുവന്ന് പഴയ പോലെ രൂപത്തിലാക്കും. അതാണ് ബഅസ്, അതാണ് അന്ത്യനാൾ. അങ്ങനെ വിശ്വസിക്കണം, എന്നാലേ പരലോക വിശ്വാസം ശരിയാകും. എന്തുകൊണ്ടാണ്? കാരണം അള്ളാഹു പുതിയൊരു സൃഷ്ടിയെ സൃഷ്ടിക്കും പരലോകത്ത് എന്നതിൽ തർക്കമില്ലാത്ത മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു. പടച്ചത് റബ്ബാണെന്ന് അവർക്ക് തർക്കമില്ല. അവർക്ക് എന്തേ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്? എങ്ങനെയാണ് ഈ നുരുമ്പിപ്പോയ എല്ലുകൾ അള്ളാഹു വീണ്ടും കൊണ്ടുവരിക? അതാണ് അവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. മണ്ണോട് മണ്ണ് ചേർന്നതിന് ശേഷം എങ്ങനെയാണ് അള്ളാഹു ഇതിനെ പുതിയതായി കൊണ്ടുവരിക? അതാണ് അവർക്ക് പ്രയാസം. അല്ലാതെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ് എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു അവർ. ഇന്നും അങ്ങനെയുള്ള കാഫിറുകളുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഒരു സൃഷ്ടാവുണ്ട് എന്ന് പറയുന്നു, പക്ഷെ പരലോകം അവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നോക്കൂ, പരലോകത്ത് അള്ളാഹു പുതിയ സൃഷ്ടിയെ സൃഷ്ടിക്കുകയല്ല, മറിച്ച് ഈ പടപ്പിനെ കൊണ്ടുവരും. അതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം, അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം. ജഹ്മികളുടെ വിശ്വാസമാണ് അള്ളാഹു പുതിയൊരു പടപ്പിനെ പടക്കുകയാണ് എന്നത്. അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം, ഇസ്ലാമിൻ്റെ വിശ്വാസം, അള്ളാഹു ഈ ശരീരത്തെ ആണ് കൊണ്ടുവരിക. കാരണം ഈ ശരീരമാണ് ദുനിയാവിൽ ജീവിച്ചത്. ഇതാണ് നന്മ ചെയ്തത്, തിന്മ ചെയ്തത്. ഈ ശരീരമാണ് ശിക്ഷിക്കപ്പെടേണ്ടത് തിന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ. ഈ ശരീരമാണ് പ്രതിഫലം നൽകപ്പെടേണ്ടത്. അല്ലെങ്കിൽ അത് വേറെ ആൾക്കാണ് കിട്ടുന്നത്, വേറൊരു പടപ്പാണ്. അല്ല, അള്ളാഹു റബ്ബുൽ ആലമീൻ മണ്ണോട് മണ്ണ് ചേർന്നാൽ പോലും അതിനെ കൊണ്ടുവരും. പഴയ കാലത്ത് ഒരാൾ വലിയ തിന്മ ചെയ്ത ഒരാളായിരുന്നു. അയാൾ മക്കളോട് വസിയത്ത് പറയും, അള്ളാഹു എങ്ങാനും എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ അവൻ എന്നെ വിടുകയില്ല.
കാരണം ഞാൻ അത്രയും വലിയ തെറ്റുകാരനാണ്. അയാളുടെ ജോലി ഖബറുകൾ മാന്തിയെടുത്ത് ആ മയ്യത്തുകളിൽ കഫൻ തുണിയോ അതുപോലെ മറ്റുള്ള ആഭരണങ്ങളോ മറ്റുണ്ടെങ്കിൽ അത് അപഹരിക്കലായിരുന്നു. അത്ര നിന്ദ്യമായ ജോലി ചെയ്ത ഒരാളായിരുന്നു. നബ്ബാഷ് എന്ന് പറയും. ഖബറുകൾ മാന്തിയെടുത്ത് അതിലുള്ളത് മോഷ്ടിക്കുക. ഈ മനുഷ്യൻ മരിക്കാൻ പോകുന്ന സമയത്ത് മക്കളോട് പറഞ്ഞു, അള്ളാഹു എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ അവൻ എന്നെ വിടൂല, അതുകൊണ്ട് ഞാൻ മരിച്ചാൽ അങ്ങനെ കത്തിച്ചു കളയണം. കത്തിച്ചിട്ട് എൻ്റെ ചാരം നിങ്ങൾ പകുതി കടലിലും പകുതി കരയിലും ഒരു നല്ല കാറ്റുള്ള ദിവസം പാറ്റി പറത്തിക്കളയണം. അല്ലാഹു അക്ബർ. പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല കടലിനോട് പറയും അവൻ്റെ ഭാഗങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരാൻ. ഭൂമിയോട് അള്ളാഹു പറയും കൊണ്ടുവരാം. അള്ളാഹു അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹു അവനെ ചോദ്യം ചെയ്യുമെന്നാണ്. അല്ലാഹു അക്ബർ. വഅലം അന്ന അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നേരത്തെ പറഞ്ഞതാണ് 4ാമത്തെ കഥ. 5ാമത്തെ കഥ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത വഇദ് ഖാല ഇബ്രാഹിം റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, റബ്ബേ എനിക്കൊന്ന് കാണിച്ചു തരൂ, എങ്ങനെയാണ് നീ മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എന്ന്. ഖാല അവലം തുഅ്മിൻ. അള്ളാഹു ചോദിച്ചു, ഇബ്രാഹിം താങ്കൾ വിശ്വസിച്ചിട്ടില്ലേ? ഖാല ബല. ഇബ്രാഹിം പറഞ്ഞു, യാതൊരു സംശയമില്ല, വിശ്വസിച്ചിട്ടുണ്ട്. വലാകിൻ ലിയത്മഇന്ന ഖൽബി, മറിച്ച് എൻ്റെ ഹൃദയത്തിന് തുമഅനീനത്ത് ലഭിക്കാനാണ്, ഹൃദയം ശാന്തമാകാനാണ്. അതായത് ഇൽമുൽ യഖീനിൽ നിന്ന് ഐനുൽ യഖീനിലേക്ക് എത്തിച്ചേരാനാണ്. ഇൽമുൽ യഖീൻ എന്നാൽ നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുക. അതിനാണ് ഇൽമുൽ യഖീൻ എന്ന് പറയുക. അറിവിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഉറച്ച വിശ്വാസം. രണ്ടാമത്തത് ഐനുൽ യഖീനാണ്, കണ്ണിൽ കണ്ടതുപോലെ വിശ്വസിക്കുക എന്നതാണ്. മൂന്നാമത്തത് ഹഖുൽ യഖീനാണ്. അതെന്താണ്? അത് അനുഭവിച്ചാലുള്ള യഖീനാണ്. ഉദാഹരണത്തിന് സ്വർഗവും നരകവും ഉണ്ട് എന്ന ആളുകൾ ഇവിടെ വിശ്വസിക്കുന്നു. അവരത് കണ്ടിട്ടല്ല, മറിച്ച് അതേക്കുറിച്ചുള്ള തെളിവുകൾ കേട്ടുകൊണ്ട്. അത് ഐനുൽ യഖീനാകും എപ്പോൾ? നാളെ പരലോകത്ത് അത് കൺമുന്നിൽ കണ്ടാൽ. അത് ഹഖുൽ യഖീനാകും എപ്പോൾ? അവിടെ പ്രവേശിച്ചാൽ. ഈ 3 ദറജകളാണ് യഖീൻ. ഇപ്പോൾ നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാം ഇതിനു വേണ്ടിയാണ് പറഞ്ഞത്, ലിയത്മഇന്ന ഖൽബി ഖാല ഫഖുദ് അർബഅതൻ മിന അത്തൈരി ഫസുർഹുന്ന ഇലൈക്. അള്ളാഹു പറഞ്ഞു, നീ 4 പക്ഷികൾ എടുക്കുക, എന്നിട്ട് അറുക്കുക. സുമ്മ ജഅല അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്ആ, എന്നിട്ട് എല്ലാ പർവ്വതങ്ങളിലും അതിൻ്റെ മാംസങ്ങൾ കൊണ്ടുവെക്കുക. ഒന്നിലധികം പർവ്വതങ്ങളിൽ, മലകളിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഈ മാംസം കൂട്ടിക്കുഴച്ച് 4 പക്ഷികൾ അറുത്ത് അതിൻ്റെ മാംസം പരസ്പരം കൂട്ടിച്ചേർത്തു. എന്നിട്ട് ഓരോ മലകളിൽ കൊണ്ടുവച്ചു എന്നാണ്. സുമ്മ ദഉഹുൻ, എന്നിട്ട് അവയെ വിളിക്കുക, യഅതീനക സഅയ, അതോടി വരും നിൻ്റെ അടുത്തേക്ക്. വീണ്ടും അള്ളാഹു അതിനെ ജീവിപ്പിച്ചു. ഫലമ്മ തബയ്യന ലഹു ഖാല അഅലമു അന്ന അല്ലാഹ. ഇബ്രാഹിം അലൈഹിസ്സലാം അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു റബ്ബുൽ ആലമീൻ അത് കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഇപ്പം ഇതാണ് 5 സംഭവങ്ങൾ, സൂറത്തുൽ ബഖറയിലെ 5 സംഭവങ്ങൾ. മരിച്ചവരെ അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ ജീവിപ്പിച്ച 5 കഥകൾ. ഇത് 5ഉം അൽ ബഖറയിലുള്ളതാണ്, ഈ സൂറത്തിൽ മാത്രം. എന്നാൽ ഇതല്ലാത്ത വേറെയും സംഭവങ്ങൾ ഉണ്ട്. ഈ സൂറത്തിനപ്പുറത്ത് ഉള്ള വേറെയും സംഭവങ്ങൾ ഈ ലോകത്ത് അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചത് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അനുമതിയാൽ മരിച്ചവരെ ജീവിപ്പിക്കുമായിരുന്നു എന്ന്. ഈസ അലൈഹിസ്സലാമിലൂടെ അള്ളാഹു പ്രകടിപ്പിച്ച മുഅ്ജിസത്തുകളിൽ ഒന്നാണ് മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു എന്നത്. അപ്പോൾ നോക്കൂ, ഇതാണ് ആ കഥകളിൽ, ആ ചരിത്രങ്ങളിൽ ഒന്നാമത്തത്. ഇതിലുള്ള പാഠങ്ങളാണ് ഇസ്രായേലിയർ എത്രമാത്രം നന്ദി കെട്ടവരായിരുന്നു എന്നത്. കാരണം ഇത്രയെല്ലാം നിഅമത്തുകൾ അനുഭവിച്ച, ആയത്തുകൾ കണ്ടവർ മൂസാ നബിയോട് പറയുകയാണ്, വിശ്വസിക്കണമെങ്കിൽ അള്ളാഹു ഞങ്ങൾക്കും കൂടി കാണിച്ചു തരണം എന്നത്. നന്ദികേടാണ് കണ്ടാലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയുന്നത്. അത് ശരിയല്ല. മാത്രമല്ല അള്ളാഹു ഈ ലോകത്ത് അവനെ കാണാൻ, കണ്ണുകൾ കൊണ്ട് കാണാൻ നമുക്ക് സാധ്യമല്ല. കണ്ണുകൾ കൊണ്ട് കാണാൻ മനുഷ്യർക്ക് സാധ്യമല്ല. മറിച്ച് പരലോകത്ത് സ്വർഗത്തിൽ ആണ് അത് സാധ്യമാവുക. അവരിത് ആവശ്യപ്പെട്ടു, അള്ളാഹു അവരെ ശിക്ഷിച്ചു. റബ്ബ് പറഞ്ഞത് അൻതും തൻദുറൂൻ, നോക്കിക്കൊണ്ടിരിക്കുക ശിക്ഷിച്ചു എന്നാണ്. ശിക്ഷയുടെ കടുപ്പം കൂടും എപ്പോൾ ഒരാൾ ആ ശിക്ഷ കണ്ടുകൊണ്ട് അനുഭവിച്ചാൽ. മറ്റൊരാൾക്ക് ബാധിക്കുന്നത് കാണുന്നു, അടുത്തത് ഞാനാണ്
എന്നിങ്ങനെ കാണുക എന്നത് ഒരാൾക്ക് ആ ശിക്ഷയുടെ കടുപ്പമേറ്റുന്ന കാര്യമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ വീണ്ടും ജീവിപ്പിച്ചു ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ. അവരതിന് ശുക്ർ കാണിക്കേണ്ട ആളുകളായിരുന്നു, റബ്ബ് അവരെ വീണ്ടും ജീവിപ്പിച്ചു എന്നതിന്. ഇനി നോക്കൂ, അടുത്ത ആയത്തിൽ അള്ളാഹു ഇസ്രായേലർക്ക് നൽകിയ അത്ഭുതകരമായ മറ്റൊരു നിഅമത്ത്, അനുഗ്രഹം അള്ളാഹു എടുത്തു പറയുകയാണ്. വദല്ലൽന അലൈക്കുമുൽ ഗമാം, വദല്ലൽന അലൈക്കും, നാം നിങ്ങൾക്കുമേൽ തണൽ വിരിച്ചു, അൽ ഗമാമ, മേഘം കൊണ്ടുള്ള തണൽ വിരിച്ചു. വഅൻസൽന അലൈക്കും, നാം നിങ്ങൾക്ക് ഇറക്കി തന്നു, അൽ മന്ന വസ്സൽവ, മന്നും സൽവയും. കുലു, നിങ്ങൾ തിന്നുകൊള്ളുക, മിൻ തയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയ തയ്യിബാത്തിൽ നിന്ന്, വിശിഷ്ടമായതിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക. വമാ ളലമൂന, അവർ നമ്മോട് അതിക്രമം ചെയ്തിട്ടില്ല. വലാകിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ, മറിച്ച് അവർ അവരോട് തന്നെയായിരുന്നു അക്രമം ചെയ്തിരുന്നത്. നോക്കൂ, അള്ളാഹു ഇസ്രായേലർക്ക് നൽകിയ നിഅമത്തുകളാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ജീവിച്ചിരുന്ന യഹൂദികൾ ഈ നിഅമത്തുകൾ നേർക്ക് നേരെ അനുഭവിച്ചവരല്ല, മറിച്ച് അവരുടെ പൂർവ്വപിതാക്കന്മാർക്ക് അള്ളാഹു നൽകിയതാണിത്. പക്ഷേ പൂർവ്വപിതാക്കന്മാർക്ക് ലഭിച്ച നിഅമ, അനുഗ്രഹം, അവരുടെ അനന്തരാവകാശികൾക്ക് കൂടിയുള്ള അനുഗ്രഹമാണ്. കാരണം അവരുള്ളത് കൊണ്ടാണ് ഇവരുണ്ടായത്, അവരുടെ പിന്മുറക്കാരാണ് ഇവർ. അതിനിവർ നന്ദി കാണിക്കേണ്ടതുണ്ട്. നോക്കൂ, ഇസ്രായേല്യർ മിസ്റിൽ നിന്ന് പോവുകയും എന്നിട്ട് അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്ത വാഗ്ദത്ത ഭൂമിയിൽ ഫലസ്തീനിൽ പ്രവേശിക്കാൻ അവരോട് പറയുകയും ചെയ്തപ്പോൾ അവർ ഈമാനിൻ്റെ ആളുകളായതുകൊണ്ടാണ് അള്ളാഹു അവർക്ക് ആ നാട് വാഗ്ദാനം ചെയ്തത്. അവർ അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റിയതുകൊണ്ട് ആ കാര്യം ഉപേക്ഷിച്ച് അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ പിന്നെ ആ ഭൂമി അവരുടേതല്ല. ഈ അവകാശവാദവും കൊണ്ട് ആണ് യഹൂദികൾ ഇന്ന് മുസ്ലിമീങ്ങളെ അതിക്രമിക്കാൻ തുനിയുന്നത്. പക്ഷേ നോക്കൂ, ആ ഭൂമി മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. കാരണം എന്തുകൊണ്ട്? മുസ്ലിമീങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂലുകളെ പൂർണ്ണമായും പിൻപറ്റുന്നവർ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയവരാരോ അവർക്കുള്ളതാണ് ആ ഭൂമി. മൂസ അലൈഹിസ്സലാമിനെ പിൻപറ്റിയ സമയത്ത് അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്തതാണ്. എന്നിട്ട് തന്നെ അള്ളാഹു അവരോട് അവിടേക്ക് കടന്നു ചെല്ലാൻ പറഞ്ഞപ്പോൾ, മൂസാ നബി അവരോട് കൽപ്പിച്ചപ്പോൾ അവരത് തയ്യാറായില്ല. അവിടെ ശക്തരായ ഒരു കൂട്ടരുണ്ട് എന്ന് പറഞ്ഞു. അവരെ നേരിടാൻ ഞങ്ങൾക്ക് കഴിയില്ല. മൂസ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ കയറുക, അള്ളാഹു നിങ്ങൾക്ക് വിജയം നൽകും. പിന്നെയും ആവർത്തിച്ചപ്പോൾ അവർ മൂസാ നബിയോട് പറഞ്ഞു, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നഹാ ഹുനാ ഖാഇദൂൻ, നീ നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. നഊദു ബില്ലാഹ്, നബിയോട് പറഞ്ഞ വാക്കാണിത്. ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നഹാ ഹുനാ ഖാഇദൂൻ, നീ നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. അള്ളാഹു ഈ കൊടിയ നിഷേധത്തിൻ്റെ ഫലമായി അവർക്ക് ശിക്ഷയായി നൽകി. 40 വർഷം അവർ തീഹ് മരുഭൂമിയിൽ അലഞ്ഞു തിരിയണം. അവർക്ക് അവിടേക്ക് കടക്കാൻ കഴിയില്ല. 40 കൊല്ലം. ഈ 40 വർഷത്തിനിടയിലാണ് മൂസ അലൈഹിസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാം ഒക്കെ മരണപ്പെട്ടത്. ആ ജനങ്ങൾ ഏതാണ്ട് തീർന്ന് അടുത്ത തലമുറ വരേണ്ട സമയമായപ്പോൾ മാത്രമാണ് അള്ളാഹു അവർക്ക് അവിടെ നിന്ന് മോചനം നൽകിയത്. ആ തീഹിൽ അവരിങ്ങനെ കഴിച്ചു കൂട്ടിയെന്നാണ്. തീഹ് മരുഭൂമിയിൽ അവിടെ ഒന്നുമില്ലായിരുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവർക്കവിടെ അവൻ്റെ നിഅമത്തുകൾ നൽകുകയാണ്. അതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞത്, വദല്ലൽന അലൈക്കും അൽ ഗമാം, അള്ളാഹു നിങ്ങൾക്ക് തണൽ വിരിച്ചു തന്നു, മേഘത്തിൻ്റെ തണൽ. സുബ്ഹാനല്ലാഹ്, മേഘത്തിൻ്റെ തണൽ അള്ളാഹു അവർക്ക് വിരിച്ചു കൊടുത്തു. മേഘം എന്നാൽ അത് സാധാരണ ചൂട് അനുഭവപ്പെടുന്ന തരത്തിലല്ല, മറിച്ച് കുളിർമ ലഭിക്കുന്ന രൂപത്തിൽ മേഘം അള്ളാഹു അവർക്ക് തണലായി വിരിച്ചു കൊടുത്തു. അള്ളാഹു നൽകിയ നിഅമത്തായിരുന്നു അത്. ഭക്ഷണമില്ല, അവർക്ക് അള്ളാഹു ഇറക്കി കൊടുത്തു. അള്ളാഹു പറഞ്ഞു, വഅൻസൽന അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നു, അൽ മന്ന വസ്സൽവ, മന്നും സൽവയും. മൻ എന്നത് തേൻകട്ടിയോട് സാദൃശ്യമുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. തേൻകട്ടിയോട് സാദൃശ്യമുള്ള ഭക്ഷണ പദാർത്ഥമാണ്. അതിന് ആ പേര് വരാനുള്ള കാരണം പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞിട്ടുള്ളത്, മിന്ന എന്ന് പറഞ്ഞാൽ
ഒന്നും പകരം നൽകാതെ കൊടുക്കുന്ന ഉപകാരമാണ് മിന്നത്ത് എന്ന് പറയുന്നത്. ഒരു ജോലിയും ചെയ്യാതെ രാവിലെയും വൈകുന്നേരവും അള്ളാഹു അവർക്ക് ഇത് ഇറക്കി കൊടുത്തിരുന്നു, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇറക്കി കൊടുത്തിരുന്നു. തേൻകെട്ടി എന്ന് പറയുന്ന ഭക്ഷണം അത് പാനീയമാക്കണമെങ്കിൽ പാനീയമായും കുടിക്കാം, അല്ല കഴിക്കണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം. സൽവ എന്നത് ഒരു പക്ഷിയുടെ മാംസമാണ്. സുമാന എന്ന് പേരുള്ള ഒരു തരം പക്ഷിയായിരുന്നു. അത് നല്ല മാംസമുള്ള പക്ഷിയായിരുന്നു. അതിൻ്റെ മാംസവും അള്ളാഹു അവർക്ക് ഇറക്കി കൊടുത്തു. ഇമൻ എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ഒരു ഭക്ഷണ പദാർത്ഥമായിരുന്നു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരുഭൂമിയിൽ കാണപ്പെടുന്ന ഖംഅ എന്നു പേരുള്ള ഒരു തരം കൂണുണ്ട്. ഖംഅ എന്നാണ് അതിന് പറയുക. ഒരു തരം കൂണാണത്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെ പുറമേക്ക് മുളച്ചു പൊങ്ങണ കൂണല്ല, മറിച്ച് അത് മണലിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. മണലിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു തരം വിടവുകൾ കണ്ടാൽ അതേക്കുറിച്ച് പരിചയമുള്ള ആളുകൾക്ക് മനസ്സിലാവും ഇത് നീക്കിക്കഴിഞ്ഞാൽ താഴെ ഖംഅത്ത് കിട്ടും. ഖംഅത്ത് എന്ന് പറയുന്ന ഒരു തരം കൂണാണത്, അത് കിട്ടും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഈ ഭക്ഷണ ഇത് കൂൺ വളരെ അറിയപ്പെട്ടതാണ്. കൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെയുള്ള കൂണല്ല, മറിച്ച് നല്ല കൂണാണ്, വിഷമുള്ള കൂണല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് പറഞ്ഞു, അൽ ഖംഅതു മിനൽ ഐൻ, അൽ ഖംഅതു മിനൽ മൻ, അൽ ഖംഅതു മിനൽ മൻ വമാഉഹാ ശിഫാഉൻ ലിൽ ഐൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖംഅതു മിനൽ മൻ വമാഉഹാ ശിഫാഉൻ ലിൽ ഐൻ. ഈ ഖംഅത്ത് എന്ന് പറയുന്നത് മന്നയിൽ നിന്നുള്ളതാണ്. അള്ളാഹു ഇസ്രായേലർക്ക് ഇറക്കി കൊടുത്ത മന്നിൻ്റെ ഭാഗമാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മന്നയുടെ ഭാഗമാണ്. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് കാണാം. കാരണം ഇതുപോലെ ഒരു കൃഷിയോ ഒരു വളമോ ഒരു കൃഷി നടത്തുകയോ വളമിടുകയോ ഒന്നും ചെയ്യാതെ കിട്ടുന്നതാണത്. അതാണ് ഇതുമായി സാദൃശ്യപ്പെടുത്താനുള്ള കാരണമെന്ന് പണ്ഡിതന്മാരിൽ ചിലർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഭക്ഷണമാണത്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാഉഹാ ശിഫാഉൻ ലിൽ ഐൻ. അതിൻ്റെ നീരുണ്ട്, അതിൻ്റെ വെള്ളം, അത് കണ്ണിൻ്റെ രോഗങ്ങൾക്ക് ശമനമാണ്. കണ്ണിൻ്റെ രോഗങ്ങൾക്കത് ശമനമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം സാദുൽ മആദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്ന ഇതുപോലുള്ള പ്രയോഗങ്ങൾ, അതാണ് പിന്നീട് തിബ്ബുൻ നബവി, പ്രവാചക വൈദ്യം എന്ന പേരിൽ ഇബ്നുൽ ഖയ്യിമിൻ്റെ കിതാബായി വേറെ തന്നെ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് അദ്ദേഹത്തിൻ്റെ സാദുൽ മആദ് എന്ന കിതാബിൻ്റെ ഒരു ഭാഗമാണ്. അതിൽ ഈ ഖംഅത്തിനെ കുറിച്ച് പരാമർശിച്ചത് കാണാം. ഇത് കണ്ണിലെ വീക്കത്തിന് പ്രയോജനപ്പെടും, അതുപോലെ കണ്ണിൻ്റെ കാഴ്ച വർദ്ധിക്കാൻ സഹായിക്കും എന്നൊക്കെ. ഹദീസുകളിൽ വന്നിട്ടുള്ള രോഗശമനമായി പറയപ്പെട്ട ഏത് കാര്യവും ഖുർആനിലോ സുന്നത്തിലോ വന്നിട്ടുണ്ടോ അത് രോഗത്തിന് ശമനമാണ് എന്നത് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു, യാതൊരു സംശയവുമില്ല. പക്ഷെ അത് നടപ്പിലാക്കുമ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ അതിനർത്ഥം അതിൽ ശിഫ ഇല്ല എന്നല്ല, അത് ആളുകളുടെ അബദ്ധമാണ്. കാരണം ഏത് മരുന്നും അത് ഫലിക്കണമെങ്കിൽ അത് ഏത് ശരീരത്തിനാണോ നൽകുന്നത് ആ ശരീരം അത് സ്വീകരിക്കാനുള്ള കെൽപ്പുള്ള ശരീരമായിരിക്കണം. ചില ശരീരം പറ്റ കേട് വന്നു പോയാൽ മരുന്നുകളോടത് പ്രതികരിക്കുകയില്ല, ഒരു മരുന്നിനോടും. അത് ഒരിക്കലും അതിൽ ശമനമില്ല എന്നല്ല. ഇപ്പം നോക്കൂ, ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകൾ അത് ചിലപ്പോൾ ഒരാൾക്ക് നൽകിയാൽ വേറൊരാൾക്ക് അത് ഫലിക്കണമെന്നില്ല. ഒരാൾക്ക് വളരെ നന്നായി ഫലിക്കും, ഒരാൾക്കത് ഫലിക്കുകയില്ല. അത് മരുന്നിൻ്റെ കുഴപ്പമല്ല, മറിച്ച് അയാളുടെ ശരീരം ഇതിനോട് പ്രതികരിക്കുന്നില്ല, അതാണ്. അപ്പോൾ നോക്കൂ, അതുപോലെ ഇതുപോലെ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ഏതേത് മരുന്നുകളുണ്ടോ അത് ഉപയോഗിക്കുന്നവർ അത് പ്രായോഗിക തലത്തിൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് ചില ആളുകൾ ചിലപ്പോൾ അമിതമായി അത് ഉപയോഗിച്ചാൽ അത് പ്രശ്നമായിരിക്കും. ഇപ്പോൾ തേനിൽ ഷിഫ ഉണ്ട്, ഖുർആൻ അല്ലാഹു പറഞ്ഞാണ് ഫീഹി ഷിഫാഉൻ ലിന്നാസ് എന്ന് വിചാരിച്ചിട്ട് ഒരാൾ 1 ലിറ്റർ തേനൊന്നാകെ ഒറ്റ സമയത്ത് വലിച്ചു കുടിച്ചാലോ എന്ത് സംഭവിക്കും? അയാൾക്ക് ശരീരത്തിന് ദോഷം ചെയ്യും, യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. അതിൻ്റെ കണക്കുണ്ട്, അതിൻ്റെ അളവുണ്ട്, അതിൻ്റെ രീതിയുണ്ട്. അത് കൂടുതൽ പഠിച്ചാലാണ് അത് കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവുക. അതിൽ ഷിഫ ഉണ്ട് എന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണത്? അത് ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള ഏതേത് കാര്യത്തിലും, അത് തേനാണെങ്കിലും അത് കരിഞ്ജീരകമാണെങ്കിലും അതുപോലെ അത്
കൈ എന്ന് പറയുന്ന കരിച്ചു കളയുക എന്ന ചികിത്സയാണ് എങ്കിലും, ഹിജാമയാണ് എങ്കിലും, കൊമ്പ് ചികിത്സയാണ് എങ്കിലും, ഇങ്ങനെ ഷിഫ ഉണ്ട് എന്ന് വന്നിട്ടുള്ള ഏതേത് കാര്യത്തിലും, ഖുർആൻ സുന്നത്തിലും വന്നിട്ടുള്ള കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു, യാതൊരു സംശയവുമില്ല. ഒരാളുടെ അനുഭവത്തിന് അത് ഏതിനാണ് എങ്കിലും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇമാം ബുഖാരിയുടെ സഹീൽ നമുക്ക് കാണാം, ഒരാൾക്ക് വയറിളക്കമുണ്ടായി. അദ്ദേഹത്തിൻ്റെ സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ഇത് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ഖിഹി അസല, അയാൾക്ക് തേൻ കൊടുക്കൂ. ഇദ്ദേഹം പോയി തേൻ കൊടുത്തു. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നബിയെ മാറ്റമൊന്നുമില്ല, വയറിളക്കം തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇസ്ഖിഹി അസല, തേൻ കൊടുത്തു. ഇതിങ്ങനെ ആവർത്തിച്ചു. അപ്പം അത് കുറയാത്തത് പോലെയാണ്, അല്ലെങ്കിൽ ആ രോഗം കൂടുന്നത് പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം, വന്ന് പറയുന്ന ആളുടെ പ്രതികരണം. മൂന്നാമത്തെയോ നാലാമത്തെയോ തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖല്ലാഹ് വഖദബ ബത്നു അഖീക് ഇസ്ഖിഹി അസല. അള്ളാഹു പറഞ്ഞത് സത്യമാണ്. സദഖല്ലാഹ് വഖദബ ബത്നു അഖീക്, നിന്റെ സഹോദരൻ്റെ വയറ് കളവ് പറഞ്ഞിരിക്കുന്നു, തേൻ കൊടുക്കുക. അദ്ദേഹം പോയി വീണ്ടും തേൻ കൊടുത്തു, ഷിഫായി. ഖുർആനിലും സുന്നത്തിലും വന്നത് അത് ഹക്കാണ്. ആളുകളുടെ അനുഭവത്തിൽ അത് എതിരായി എന്തെങ്കിലും അനുഭവം ഒരാൾക്ക് ഉണ്ടായി എങ്കിൽ അത് വേറെന്തെങ്കിലും കാരണം അവിടെ ഉണ്ടാകാം, അത് ഫലിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും തടസ്സം അവിടെ ഉണ്ടാകാം, അതുകൊണ്ടാണ്. അതല്ലാതെ യഥാർത്ഥ അനുഭവം അതൊരിക്കലും ഖുർആനും സുന്നത്തിനും എതിരാവുകയില്ല. അത് മനസ്സിലാക്കിയെടുത്തോ, അത് കണ്ടെടുത്തോ, അത് വിലയിരുത്തിയെടുത്തോ ഒക്കെ അബദ്ധം സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കേവലമായ എന്തെങ്കിലും നോട്ടമോ അനുഭവമോ ഖുർആനിലും സുന്നത്തിലും വന്നതിനെതിരായി കണ്ടാൽ നമ്മുടെ അനുഭവവും നമ്മുടെ വിലയിരുത്തലും മാറ്റിവെക്കുക. അള്ളാഹുവും റസൂലും പറഞ്ഞത് ശരിയാണ് എന്ന് മനസ്സിലാക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ആവർത്തിച്ച് ഇദ്ദേഹം പറഞ്ഞപ്പോൾ നബി പറഞ്ഞെന്താണ്? സദഖല്ലാഹ്, അള്ളാഹു പറഞ്ഞത് സത്യമാണ്. വഖദബ ബത്നു അഖീക്. ഇത് മുഅ്മിനീങ്ങൾ പഠിച്ചു വെക്കേണ്ട തസ്ദീഖാണിത്. ഖുർആനിന് ഇതുപോലെ നേരെ തിരിച്ച് ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായ, തൗഹീദിന് യോജിക്കാത്ത, ദീനിന് യോജിക്കാത്ത എന്തെങ്കിലും ചികിത്സാവിധികൾ അതുകൊണ്ട് ഫലമുണ്ടായി എന്ന് എത്ര പേർ പറഞ്ഞാലും, അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാലും മുസ്ലിമീങ്ങൾ അതിന് വില കൊടുക്കുകയില്ല. തൗഹീദിന് വിരുദ്ധമായ ചികിത്സകൾ, മന്ത്രവാദത്തോടും സെഹറിനോടുമൊക്കെ സാദൃശ്യമുള്ള ചികിത്സകൾ, പല രൂപത്തിൽ അങ്ങനെയുള്ള ചികിത്സകളുണ്ടല്ലോ, പല പേരുകളിൽ. ചില ആളുകൾ കെഷ്ഫ് എന്ന് പറയും, ചില ആളുകൾ NLP എന്ന് പറയും, പല പല പേരുകളിൽ. എന്ത് പേരിട്ടോട്ടെ, ഈ രൂപത്തിൽ തൗഹീദിന് യോജിക്കാത്ത, എന്താണ് ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യമെന്നറിയാത്ത രൂപത്തിൽ ഉള്ള ഏതേത് ചികിത്സയുണ്ടോ മുസ്ലിമീങ്ങൾ അത്തരം ചികിത്സ അംഗീകരിക്കുകയില്ല. അതിന് പിന്നാലെ പോകാൻ തൗഹീദുള്ളവർക്ക് പാടില്ല. ഇത്ര തൗഹീദ് പഠിച്ചു എന്ന് പറയപ്പെടുന്ന ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നാലെയാണ്. തൗഹീദ് പഠനത്തിലുള്ള വീഴ്ചയുടെ ഗുരുതരമായ ഫലമാണിത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് പലർക്കും ദുനിയാവിലെ വലിയ വലിയ വിഷയങ്ങൾ സംസാരിക്കാൻ വലിയ നാവായിരിക്കും, എന്നാൽ തൗഹീദിൻ്റെ അടിസ്ഥാനങ്ങളിലാണ് ഈ പാളിപ്പോകുന്നത്. ഈ ആധുനിക കാലത്തെ അഹ്ലുസുന്നത്തിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട്, പഴയ കാലത്ത് കുറച്ചു മുൻപ് തൗഹീദ് പഠിച്ചിരുന്ന മുവഹിദുകളായ ആളുകളോട് പോയിട്ട് ഇന്ന കിതാബിൽ ഇന്നുണ്ട് എന്ന് എന്തെങ്കിലും നമ്മുടെ അഖീദയ്ക്ക് യോജിക്കാത്ത കാര്യം പറഞ്ഞാൽ അവരതിന് ചെവി കൊടുക്കുകയില്ല, പോയി പണി നോക്കാൻ പറയും. കാരണം നമ്മുടെ ദലീൽ ഖുർആനും സുന്നത്തുമാണ്. ഏതെങ്കിലും അറബി കിതാബിലും അൽത്തുനിന്ന് അടുത്തോട്ടേക്ക് എഴുതിയ കിതാബിലുണ്ടോ ഇല്ലെന്നല്ല, ഖുർആനിലും സുന്നത്തിലുണ്ടോ എന്നാണ്. അതിന് നമുക്ക് ഉത്തരവാദിത്തമുള്ളൂ. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ, ശരി, നമുക്കത് നമ്മുടെ ഉത്തരവാദിത്തമാണത്. അതിനെന്താണ് നമ്മൾ നോക്കും, പരിശോധിക്കും. അതല്ലാതെ ആ ഏത് ഹോജയുടെ കിതാബിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ അഖീദക്ക് യോജിക്കാത്തതാണോ ഈ കൊണ്ടുവരുന്നത്, നമ്മളത് തിരിഞ്ഞു നോക്കുകയില്ല. മനസ്സിലായില്ല? അഹ്ലുസുന്നത്തിൻ്റെ അറിയപ്പെട്ട പണ്ഡിതന്മാരാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കും, ഇത് എന്തെങ്കിലും അയാൾ മനസ്സിലാക്കിയാൽ അബദ്ധമുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഇന്ന് പലരുടെയും സ്ഥിതി എന്താണ്? ഇങ്ങനെ എന്തെങ്കിലും ഒരു വാചകം അല്ലെങ്കിൽ ഒരു മുറിവാചകം കൊണ്ടുകൊടുത്താൽ അവർ ആകെ അന്താളിച്ചു പോയി. അവൻ ഇതുവരെ പഠിച്ചു വെച്ച തൗഹീദാകെ പൊളിഞ്ഞു പോയതുകൊണ്ടാണ് അവൻ വിചാരിക്കുന്നത്. അന്താളിച്ച് നടക്കുകയാണ്, ബേജാറായി നടക്കുകയാണ്. തൗഹീദ് ശരിക്കും പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല തൗഹീദ്. ദുനിയാവിൽ വലിയ വലിയ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വലിയ വായിൽ സംസാരിക്കും, അതിലെ സൂക്ഷ്മമായ തർക്കങ്ങളെക്കുറിച്ചൊക്കെ അറിയുണ്ടാവും. പക്ഷെ തൗഹീദ് തിരിഞ്ഞിട്ടില്ല. തൗഹീദ് തിരിഞ്ഞെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും കിതാബിൽ എന്തെങ്കിലും കണ്ടാൽ ആടിയുലയേണ്ടതല്ല. അത് തൗഹീദ് ആവർത്തിച്ച് പഠിക്കണം. വലിയ വലിയ പണ്ഡിതന്മാർ വരെ അത് ആവർത്തിച്ചിരുന്നു. ഷെയ്ഖ് തഖിയുദ്ദീൻ അൽ ഹിലാലി റഹിമഹുല്ലാഹ് എത്ര വലിയ പണ്ഡിതനാണ് അദ്ദേഹം.
ഇമാം അൽ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തെ വിരലെണ്ണാവുന്ന ആധുനിക കാലത്തെ പണ്ഡിതന്മാരിൽ വരെ എണ്ണിയിട്ടുണ്ട്. തഖിയുദ്ദീൻ അൽ ഹിലാലി റഹിമഹുല്ലാ വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയാറുണ്ട്, ഞാൻ എൻ്റെ ബാഗിൽ എപ്പോഴും ഞാൻ കിതാബ് തൗഹീദിൻ്റെ ഒരു കോപ്പി കൊണ്ടിടക്കും. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ കിതാബ് തൗഹീദിൻ്റെ ഒരു കോപ്പി എൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും. ഒരു തവണ വായിച്ചു തീർന്നാൽ ഞാൻ പിന്നെയും വായിക്കും. ഇങ്ങനെ ഓരോ ഇടവേളകളിൽ ആവർത്തിച്ച് വായിക്കും കിതാബ് തൗഹീദ്. എന്തേ കിതാബ് തൗഹീദിലുള്ളത് നിങ്ങൾ നോക്കി, ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ കിതാബ് തൗഹീദിലുള്ളത് നിങ്ങൾ നോക്കൂ. നിങ്ങൾ വലിയ എവിടെയെങ്കിലും ആഴങ്ങളിൽ ഊളിയിട്ടിറങ്ങിയിട്ടുള്ള ചർച്ചകളൊന്നുമല്ല. ഖാല അല്ലാഹു ഖാല റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. തമീമത്തിനെ കുറിച്ചുള്ള അധ്യായം, ഉറുക്ക് ഏലസ് ചരടിനെ കുറിച്ചുള്ള അധ്യായം, അള്ളാഹുവിൻ്റെ ഇന്നായത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇന്ന ഹദീസ്, ഇതിലുള്ള പാഠങ്ങൾ, ഇതാണ് കിതാബ് തൗഹീദ്. ഇങ്ങനെ ഓരോ തൗഹീദിൻ്റെ ബാബുകൾ, മസാലകൾ. പക്ഷെ ആളുകൾക്ക് തിരിഞ്ഞിട്ടില്ല. ആളുകളുടെ വിചാരം ഇങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാലേ ഇൽമാവുന്നാണ് പലരുടെയും വിചാരം. അല്ല, നീ 1000 തവണ കേട്ടിട്ടുള്ളത് ഇനിയും ആവർത്തിക്കേണ്ടതുണ്ട് മരിക്കും വരെ, എന്നാലത് ഉറക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ പാളിപ്പോയി. ഇസ്രായേലിന്റെ കഥ എത്ര വലിയ ഉദാഹരണമാണ്. എത്ര പെട്ടെന്നാണ് ഖൗമു തൗഹീദ് മറന്നുപോയത്. അതുപോലെ തന്നെയാണ് ആളുകൾ ഏതെങ്കിലും കിതാബിൽ അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടാൽ ഇതുവരെ അവൻ പഠിച്ചു വെച്ച തൗഹീദിൻ്റെ അടിത്തറയിൽ എന്തോ പ്രശ്നം ഉണ്ടായതുപോലെ. തൗഹീദിൻ്റെ അടിത്തറക്കൊന്നും സംഭവിച്ചിട്ടില്ല. ആ അടിത്തറ നിന്റെ കൽബിൽ ഉറക്കാത്താണ് പ്രശ്നം. നിനക്കത് ഉറച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഈ ബേജാറായി പോകുന്നത്. തൗഹീദിനെതിരെ വന്നവരൊക്കെ തകർന്നടിയും, യാതൊരു സംശയവുമില്ല. ഇബ്നു അബ്ദുൽ വഹാബിനെ ചീത്ത വിളിച്ച് ലോകത്തിന്ന് വരെ ഈ രൂപത്തിൽ വൃത്തികെട്ട ചീത്ത ഇബ്നു അബ്ദുൽ വഹാബിനെ വിളിച്ചിട്ടില്ല. ഈ അടുത്ത് ആ മൂത്തേടം ഖാസിമി വിളിച്ച പോലത്തെ ചീത്ത. ആ പിശാച് ഇപ്പോൾ പറയുന്നത് എന്താണ്? ഏതാണ്ട് സർവമത സത്യവാദം ആണ് അയാളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ലോകത്ത് മുശ്രിക്കുകൾ, ബിംബാരാധകർക്ക് യാതൊരു കുഴപ്പമില്ല. അവരുടെ അവതാരങ്ങളെ അയാൾ നബിമാരോട് ഇപ്പോൾ സാദൃശ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ മതം അത് വളരെ സ്നേഹത്തിൻ്റെ അങ്ങനെയുള്ള മതമാണ്. ദുനിയാവിൽ ആർക്ക് ആകെ പ്രശ്നക്കാരാണ്? വഹാബികളാണ്. ദുനിയാവിൽ ഏറ്റവും വലിയ പ്രശ്നക്കാരാണ്. സഹീഹുൽ ബുഖാരിയിൽ സംശയം ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കണം ഇപ്പോൾ. മനസ്സിലായില്ലേ? എന്നിട്ട് തിരുത്തി എന്ന് ഒരു ഭാഗത്ത്, ഇപ്പുറത്ത് പിന്നെ വേറെ മലക്കം പറയാം. തിരുത്തിയെങ്കിലും ഞാൻ പറഞ്ഞത് ഇന്ന പുസ്തകത്തിലുണ്ട് എന്ന് പറയാം. നിങ്ങൾ നോക്കണം, നമ്മുടെ നാട്ടിൽ സമസ്തയുടെ ആശയങ്ങളിൽ ജീവിച്ചിരുന്ന എത്രയോ ആളുകൾ തൗഹീദിലേക്ക് കടന്നു വന്നു. ഏതാണ്ട് നമ്മുടെ നാട്ടിൽ തൗഹീദ് മനസ്സിലാക്കിയവരിൽ വലിയൊരു ശതമാനം നേരത്തെ ആ ആശയങ്ങൾ ഉണ്ടായിരുന്നവർ തന്നെ. അൽഹംദുലില്ലാ, അവരുടെ ഈ തൗഹീദ് മനസ്സിലാക്കാനുള്ള ഈ ഒരു എളുപ്പത്തിന് വലിയൊരു കാരണമാണെന്ത്? സമസ്തക്കാർ, നമ്മുടെ നാട്ടിലെ ശാഫിഈ മദ്ഹബുകാർ, അവർ തത്വത്തിൽ പൊതുവെ ആളുകളോട് പറയാറുണ്ട്, മദ്രസയിലൊക്കെ പഠിപ്പിക്കാറുണ്ട്, എന്ത്? നമ്മുടെ ദലീൽ എന്താണ്? നമ്മുടെ ദലീലുകളിൽപ്പെട്ടതാണ് സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം. മദ്രസയിൽ കുട്ടികളോട് പറയാറുണ്ട്, എന്ത്? അസ്സഹുൽ കുതുബ് ബഅദ കിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും സഹീഹായ കിതാബ് ഏതാണ്? സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം. മദ്രസ പറയാറുണ്ട്, ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇത് വിശ്വസിച്ച് മനസ്സിൽ ഉറച്ച ഒരു ഖൗമിനോട് സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് നമ്മൾ കൊണ്ടുകൊടുത്താൽ അതിലുണ്ടോ ഇല്ലേ എന്നതാണ് അവൻ നമ്മളോട് തർക്കിക്കുക. അല്ലാതെ ബുഖാരി ഒന്നും നമുക്ക് തെളിവല്ല എന്ന് അവൻ പറയില്ല. കാരണം ബുഖാരി പ്രമാണമാണ് എന്നതിൽ അവനും യോജിപ്പിലാണ്, യാതൊരു തർക്കമില്ല അതിൽ. ഉണ്ടോ ഇല്ലേ? ഉണ്ട് എന്ന് സ്ഥിരപ്പെട്ട അതിൻ്റെ അർത്ഥം അതാണോ അല്ലേ? ഇതാണ് തർക്കം. അൽഹംദുലില്ലാ, ഈ ഒരു ഖൈർ കൊണ്ട് എത്രയോ ആളുകൾ ഖുർആനും സുന്നത്തിനും ഉള്ളത് തൗഹീദാണെന്ന് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക്, യഥാർത്ഥ തൗഹീദിലേക്ക് കടന്നു വന്നു. അവരുടെ ആ പഴയ പിഴച്ച വാദം ഉപേക്ഷിച്ചു. എന്തിന്? അവരിലെ നേതാക്കന്മാർ പോലും, എത്രയോ മുസ്ലിയാക്കന്മാർ, കിതാബ് ഓതി പഠിച്ച, പള്ളി ദർസുകൾ പഠിച്ച ആളുകൾ തൗഹീദിലേക്ക് കടന്നു വന്നില്ലേ? കാരണം ഇങ്ങനൊരു ഖൈർ അതിൻ്റെ പിന്നിലുണ്ട്. കാരണം നമ്മൾ ദലീലുകൾ ഒന്നാണ്. എന്നാൽ റാഫിലുകളുടെ കാര്യം അങ്ങനല്ല. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് ഷിയാക്കളായിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല കഥ. കാരണം അവൻ എന്ത് ബുഖാരി, എന്ത് മുസ്ലിം? ഖുർആൻ കൊണ്ട് കൊടുത്തൊരു കാര്യമുണ്ട്. വേറെ ഖുർആനുണ്ട് കൗമിന്. നമ്മളെ ഖുർആനിൽ ഇല്ലാത്ത ആയത്തുകളുണ്ട് എന്നാണ് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ, ഈ
ഖാസിമെ പോലുള്ള ആളുകൾ എന്തിലേക്കാണ് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? ഇയാളൊക്കെ ആരുടെ ഏജന്റാണ് എന്ന് നമ്മൾ കാര്യമായി സംശയിക്കണം. കാരണം ബുഖാരിയിൽ സംശയം ഉണ്ടാക്കാൻ നടക്കണം. ഇപ്പോൾ ആ ശപിക്കപ്പെട്ട നാവ് കൊണ്ട് എന്താണ് പറഞ്ഞുകൂടാത്തത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഒരു മര്യാദയില്ലാത്ത വാക്ക് പറഞ്ഞവന് പിന്നെ ആരെക്കുറിച്ചാണ് പറഞ്ഞുകൂടാത്തത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അയാൾ ഒരു മര്യാദയും ഇല്ലാത്ത വാക്കുകൾ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ ഹാജർ റളിയല്ലാഹു അൻഹ അവരെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹുവിനെ 2 ഖലീഫമാർ അബൂബക്കർ ഉമറിനേക്കാളും പുകഴ്ത്തുന്ന വാക്കുകൾ അയാൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബിനെ പറയാത്ത ചീത്തയില്ല. വൃത്തികെട്ട പരാമർശങ്ങൾ, ചന്തയിലെ ആ നിലവാരത്തെക്കാൾ താഴ്ന്ന നിലവാരമുള്ള തെറി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇയാൾ പറയുകയാണ് എന്ത് ഞാൻ എന്ത് പറയുന്നു എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. അയാൾ പറയുന്നതാണ് എനിക്ക് ഭ്രാന്താണെന്ന് എനിക്ക് തന്നെ അറിയാം. അയാൾ പറയുകയാണ് എനിക്ക് ഭ്രാന്താണെന്ന് എനിക്കറിയാം, ഞാൻ എന്താണ് പറയുന്നത് എന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. എന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്റ്റേജ് കൊടുക്കാനും അയാളുടെ മുന്നിൽ പോയി ഇരിക്കാനും ഇവിടെ ആളുകളുണ്ട്. മനസ്സിലായില്ല എന്താണ് ഈ കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇയാളെ കെട്ടാനുള്ള കയറുകളുടെ കയ്യിലില്ലെങ്കിൽ ചങ്ങലക്കിടുക. കെട്ടിയ കയറൊക്കെ പൊട്ടിച്ചു പോകുന്നുണ്ടെങ്കിൽ ചങ്ങല കിട്ടു നോക്കി. അല്ലാതെ ഉമ്മത്തിലേക്ക് ഇത്തരം ആളുകളെ തള്ളിവിടാൻ പാടില്ല. കുറേ ആളുകൾ ഇയാളെ പൊക്കിയിടുന്നു. എന്തുകൊണ്ടാണ്? വഹാബികൾ നന്നായി ചീത്ത വിളിക്കുന്നുണ്ട്, ബാക്കി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. വഹാബികൾ ഇബ്നു അബ്ദുൽ വഹാബിനെ ചീത്ത വിളിക്കാൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളും ഏറ്റു നടക്കാമെന്ന് വിചാരിച്ചിരുന്ന ആളുകൾ വരെ ഇപ്പോൾ പിന്മാറുകയാണ്, എതിരിൽ സംസാരിച്ചു തുടങ്ങുകയാണ്. അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞു, ഇത്തരം ആളുകളുടെ ശത്രുത ഒരിക്കലും ഇബ്നു അബ്ദുൽ വഹാബിനോടോ വഹാബികളോടോ അല്ല, യഥാർത്ഥത്തിൽ ഇസ്ലാമിനോടാണ്. യഥാർത്ഥ ഇസ്ലാമിനോടാണ്, പരിശുദ്ധ ഇസ്ലാമിനോടാണ് ഇത്തരം ആളുകളുടെ ശത്രുത. അതാണ് ഈ വഹാബിസം എന്ന് പറയുന്നത്. വഹാബിസം എന്ന് പറഞ്ഞ് നമുക്ക് പുതിയൊരു ദീൻ പറയാനില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനല്ലാതെ മറ്റൊരു ദീനും നമുക്ക് ഇവിടെ പറയാനില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, തൗഹീദ് ആവർത്തിച്ച് പഠിക്കണം. നമ്മുടെ മുസല്ലമാത്ത് അഥവാ സർവാംഗീകൃതമായ നമ്മുടെ അടിസ്ഥാന തത്വങ്ങൾ അത് ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. അതിനൊരിക്കലും മടുപ്പുണ്ടാകാൻ പാടില്ല. ശരിയാണ്, അതിനപ്പുറത്തുള്ള മസ്അലകൾ അത് പഠിക്കണം, സംശയമില്ല. പക്ഷെ ഇത് ഒഴിവാക്കിക്കൊണ്ട് ആകരുത്. തൗഹീദിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇതാണ് സ്വർഗവും നരകവും വേർതിരിക്കുന്നത്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൻ നാർ വമൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൽ ജന്ന. അള്ളാഹുവിൽ പങ്കു ചേർത്തു മരിച്ചോ അവൻ നരകത്തിലാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ മരിച്ചോ അവൻ സ്വർഗത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇതാണ് ഒരേ ഒരു മാനദണ്ഡം, അതാണ് ഏറ്റവും വലുത്. മുവഹിദിന് ഹാലൻ ഔ മആലൻ സ്വർഗമുണ്ട്, ഒന്നുകിൽ നേർക്ക് നേരെ അല്ലെങ്കിൽ ഒടുവിൽ, അവനുള്ളത് സ്വർഗമാണ്. അതുകൊണ്ട് ഏറ്റവും പൊളിയാതെ നോക്കേണ്ടത് തൗഹീദാണ്. അത് പൊളിയാതിരിക്കാൻ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. ഇപ്പം നോക്കൂ, പറഞ്ഞു വന്നത് ചികിത്സകൾ, അതിൻ്റെ മറവിൽ ഇങ്ങനെ പലതും നടക്കുന്നുണ്ട്. വളരെ വളരെ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ വന്ന ഏതേത് ചികിത്സകളുണ്ടോ, ഏതേത് മരുന്നുകളുണ്ടോ അതിൽ ശിഫ ഉണ്ട് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ കംഅ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭക്ഷണ പദാർത്ഥത്തിൽ അതിൻ്റെ നീരിൽ കണ്ണിന് ശമനമുണ്ട്, കണ്ണിൻ്റെ രോഗങ്ങൾക്ക് അതിൽ ശമനമുണ്ട്. വൻസൽന അലൈക്കുമുൽ മന്ന വസ്സൽവ, സെൽവയും അള്ളാഹു ഇതിൻ്റെ കൂടെ ഇറക്കി കൊടുത്തു. അത് ഒരു തരം പക്ഷിയാണ്, സുമാന എന്നാണ് അതിൻ്റെ പേര് വന്നിട്ടുള്ളത്. ഒരു പ്രത്യേകതരം പക്ഷി, നല്ല മാംസമുള്ള പക്ഷിയായിരുന്നു അത്. പണ്ഡിതന്മാരിൽ ചിലർ ഇതിൽ നിന്ന് പക്ഷിയുടെ മാംസം കൂടുതൽ നല്ലതാണ് എന്ന് പറഞ്ഞത് കാണാം, ചിലർ അങ്ങനെ പറഞ്ഞത് കാണാം. അല്ലാഹു ആലം. അള്ളാഹു സ്വർഗവാസികളുടെ ഭക്ഷണമായും വലഹ്മി തയ്യിരിൻ, പക്ഷിയുടെ മാംസം എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ. അതേ ഉള്ളൂ എന്നല്ല, മറിച്ച് അവരുടെ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇവർക്കിത് ദിനേന ഇറക്കി കൊടുത്തു. ദിനേന, ഒരു പണിക്കും പോണ്ട, അഥവാ ഭക്ഷണത്തിന് വേറെ എവിടെയും പോണ്ട, ഇത് മതി, ഇത് നിങ്ങൾക്കുണ്ട്. അതുപോലെ അള്ളാഹു അവരോട് കൽപ്പിച്ചതിൻ്റെ ഭാഗമായിരുന്നു എന്ന് തഫ്സീറുകളിലും മറ്റും കാണാം, ഹദീസുകളിൽ കാണാം.
സൂക്ഷിച്ചു വെക്കരുത് എന്ന്. ഈ മാംസം എന്ത് ചെയ്യേണ്ടതില്ല, ഈ ഭക്ഷണം നിങ്ങൾ കരുതി വെക്കേണ്ടതില്ല, മറിച്ച് എല്ലാ ദിവസവും കിട്ടും. അപ്പോൾ പിന്നെ എന്തിനാണ് സൂക്ഷിച്ചു വെക്കുന്നത്? അന്നേക്കുള്ളത് എടുക്കുക, കഴിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക, ഖലാസ്. പക്ഷേ ഖൗമിൻ്റെ കൗതുകകരമായ അല്ലെങ്കിൽ വൈരുദ്ധ്യം നിറഞ്ഞ സ്വഭാവത്തിൽപ്പെട്ട ഒന്നായിരുന്നു. അവരത് സൂക്ഷിച്ചു വെച്ചു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇസ്രായേലരില്ലായിരുന്നുവെങ്കിൽ മാംസം ഒരിക്കലും കേടുവരുമായിരുന്നില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്, ഇസ്രായേലരില്ലായിരുന്നുവെങ്കിൽ മാംസം കേടുവരുമായിരുന്നില്ല എന്ന്. കേടുവരാതെ സൂക്ഷിക്കുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടല്ലോ, ഒരു കാലിങ്ങനെ നിൽക്കും. അക്കൂട്ടത്തിലാവുമായിരുന്നു എന്ത്? മാംസം. ഈ ഖൗമിനോട് സൂക്ഷിച്ചു വെക്കരുതെന്ന് പറഞ്ഞു, പക്ഷേ സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ അത് കേടുവന്നു എന്നാണ്. അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, മറിച്ച് അത് അവർക്ക് ദിനേന ലഭിക്കും എന്നു മാത്രമല്ല, ഇനി ഈ സൂറത്തിൽ തന്നെ വരുന്നുണ്ട്, ഇതിങ്ങനെ അള്ളാഹു വിശിഷ്ടമായി നൽകിയ, മുകളിൽ നിന്ന് ഇറക്കി കൊടുത്താണിത്. അവരുടെ കയ്യാൽ എന്തെങ്കിലും മായം ചേർത്തതൊന്നുമല്ല, മുകളിൽ നിന്ന് അള്ളാഹു ഇറക്കി കൊടുത്തതാണ്. ഇത്ര പരിശുദ്ധമായിരിക്കും അത്. കീടനാശിനി അടിച്ചിട്ടില്ല, മായം ചേർത്തിട്ടില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, മുകളിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, യാ മൂസ ലൻ നസ്ബിറ അലാ തആമി വാഹിദ്, ഈ ഒരൊറ്റ ഭക്ഷണം, ഒരേ തരത്തിലുള്ള ഭക്ഷണം, ഇതിലിങ്ങനെ ക്ഷമിച്ച് നിൽക്കാനൊന്നും ഞങ്ങൾക്ക് കൊണ്ട് കഴിയില്ല. യാ മൂസ ലൻ നസ്ബിറ അലാ തആമിൻ വാഹിദ് ഫദ്ഉ ലനാ റബ്ബക്, അതൊന്ന് നിൻ്റെ റബ്ബിനോട് ദുആ ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി, യുംബിത് ലനാ, ഞങ്ങൾക്ക് വേണ്ടി അവൻ ഇറക്കട്ടെ, യുഖ്രിജ് ലനാ മിമ്മാ തുംബിതുൽ അർദു മിൻ ബഖ്ലിഹാ വഖിസ്സാഇഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ. കുറേ പച്ചക്കറിയുടെ ലിസ്റ്റാണ് അവർ കൊടുത്തത്. ഈ പറഞ്ഞ പച്ചക്കറികളൊക്കെ പയറും അതുപോലെ ചീരവർഗത്തിലുള്ളതും ഇങ്ങനെ പലതും ഞങ്ങൾക്ക് ഇറക്കിയ, ചിറ്റുള്ളിയും മറ്റൊക്കെ, മിംബഖ്ലിഹ വഖിസ്സാഇ, ഉള്ളിയും, മിംബഖ്ലിഹ വഖിസ്സാഇഹ വഫൂമിഹ വഅദസിഹ വബസലിഹ, ഇതൊക്കെ ഇറക്കി തരണം. മൂസ അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, ഖാല അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ, ഖൈർ മാറ്റിയിട്ട് അതിനേക്കാൾ താഴെയുള്ളത് വേണം എന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ചോദ്യം പണ്ഡിതന്മാർ സുബ്ഹാനല്ലാഹ് ഒരുപാട് സന്ദർഭത്തിൽ ഉപയോഗിക്കാറുള്ള ഒരു ചോദ്യമാണ്. അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ, ഏറ്റവും ഖൈറായത് മാറ്റി അതിൻ്റെ താഴെ നിലവാരത്തിലുള്ളത് എടുക്കുകയാണോ നിങ്ങൾ? ഖൈർ മാറ്റി ഷർറ് എടുക്കുക എന്നുള്ളത് അങ്ങേറ്റത്തെ ബുദ്ധിമോശമാണ്. അതുപോലെ ശരിയല്ലാത്ത നടപടിയാണ് എന്ത്? ഖൈർ മാറ്റി അതിന് താഴെയുള്ളത് എടുക്കുക എന്നുള്ളത്. അല്ല, ഖൈറുണ്ടോ ആ ഖൈറാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മൂസ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഇഹ്ബിതു മിസ്റൻ ഫഇന്ന ലക്കും മാ സഅൽതും, ഇഹ്ബിതു മിസ്റൻ ഫഇന്ന ലക്കും മാ സഅൽതും, നിങ്ങൾ ഏത് മിസ്റിൽ വേണമെങ്കിൽ ഇറങ്ങിക്കോളൂ, നിങ്ങൾക്ക് ഈ ചോദിച്ചത് കിട്ടും. ഇവിടെ മിസ്ർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? ഈജിപ്ത് അല്ല, ഏത് നാട്ടിൽ വേണമെങ്കിലും ഇറങ്ങിക്കോളൂ എന്നാണ്. കാരണം മിസ്ർ അത് മുൻസരിഫായി തൻവീർ കൊടുത്ത് ഉപയോഗിച്ചാൽ നാട് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഗൈറു മുൻസരിഫായി ഉപയോഗിച്ചാൽ, അഥവാ തൻവീർ കൊടുക്കാതെ മിസ്റ എന്ന് വന്നിട്ടുണ്ട്, അത് ഈജിപ്താണ് ഉദ്ദേശം. ഖുർആനിൽ തന്നെ ഇത് രണ്ടും വന്നിട്ടുണ്ട്. ഉദ്ഖുലു മിസ്റ, യൂസുഫ് അലൈഹിസ്സലാം കുടുംബത്തോട് പറഞ്ഞത് കാണാം, നിങ്ങൾ മിസ്റിലേക്ക്, ഈജിപ്തിലേക്ക് കയറൂ എന്ന്. ഇവിടെ എന്താ പറഞ്ഞത്? മൂസാ നബി ഇഹ്ബിതു മിസ്റൻ, തൻവീനാണ്, ഇവിടെ നാട് എന്നാണ് അർത്ഥം. മിസ്ർ ഈജിപ്ത് എന്ന അർത്ഥത്തിലുള്ള മിസ്ർ അല്ല, മിസ്ർ ഈ രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കും. ഈജിപ്ത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും, അതുപോലെ നാട് എന്ന് മൊത്തത്തിൽ ഏത് നാട്ടിലും മിസ്ർ എന്ന് പറയും. ഈ ആയത്തിൽ അർത്ഥം ഏത് നാട്ടിലാണെങ്കിലും കയറിക്കോളൂ, എങ്കിൽ ഈ ചോദിച്ചാൽ എല്ലായിടത്തും കിട്ടുന്നതാണ്. ഇഹ്ബിതു മിസ്റൻ ഫഇന്ന ലക്കും മാ സഅൽതും. അവരുടെ ഈ നന്ദികേടിൻ്റെ ചോദ്യങ്ങളും ഇത്തരത്തിലുള്ള നടപടികളും കൊണ്ടാണ് അള്ളാഹു അവർക്ക് നിന്ദത വിധിച്ചത്. എപ്പോഴും നിന്ദരാണ് ആ വിഭാഗം. ലോകത്ത് ചരിത്രത്തിൽ ഏത് കാലഘട്ടത്തിലും അവരെ അടിച്ചമർത്തുന്ന, അവരെ നിന്ദരാക്കുന്ന ആളുകൾ അള്ളാഹു അവർക്കെതിരിൽ അഴിച്ചുവിടും എന്നാണ് ചരിത്രത്തിൽ. എപ്പോഴും അവരുടെ ചരിത്രത്തെ നമുക്കത് കാണാം. അതുകൊണ്ട് ആധുനിക കാലത്ത്, വർത്തമാന കാലത്ത് എന്തെങ്കിലും ഉയർച്ചയോ പ്രതാപമോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അത് പുറമേക്ക് കാണുന്നത് മാത്രമാണ്. ഖൗമിൻ്റെ ഉള്ളിൽ നിന്ദത തന്നെയാണ്. ഇനി പുറമേക്കുള്ള നിന്ദതയും ആണ് അവരെ കാത്തിരിക്കുന്നത്, യാതൊരു സംശയവുമില്ല അതിൽ.
ഒരു സംശയവുമില്ല. യാ സുബ്ഹാനല്ലാഹ്, അള്ളാഹു മുശ്രിക്കുകളെ കുറിച്ച് പോലും, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിംബാരാധകരായ മുശ്രിക്കുകളെ കുറിച്ച് പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എന്ത്? അവസാന കാലത്ത് ആ ഖൗമ് പേടിച്ച് ഓടി ഒളിക്കും. ഓരോ കല്ലിൻ്റെയും മരത്തിൻ്റെയും പിന്നാലെ ഓടി ഒളിക്കുമ്പോൾ ആ കല്ലും മരവും പറയുമെന്നാൽ, യാ അബ്ദല്ലാഹിൽ മുസ്ലിം തആൽ ഹാദാ യഹൂദിയുൻ മിൻ വറാഇ ഫഖ്തുൽഹു. ഓ അള്ളാഹുവിൻ്റെ അടിമ മുസ്ലിമെ, ഇങ്ങോടി വരൂ, ഇതാര് യഹൂദി എൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നു, അവനെ കൊല്ലൂ. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ അവസാന കാലത്ത് മസീഹു ദജ്ജാലിൻ്റെ കൂടെ അസ്ഫഹാനിൽ നിന്നുള്ള 70,000 യഹൂദികൾ അവൻ്റെ കൂടെ അണിനിരക്കും എന്നാണ്. അലൈഹിമു തയാലിസ, ഒരു പ്രത്യേക വസ്ത്രവും ധരിച്ച് അവനുണ്ടാകും. അവൻ്റെ മുഴുവൻ പട്ടാളം ഈ ഖൗമായിരിക്കും, ഇവരായിരിക്കും. അവസാനമുണ്ടാകുന്ന പരാജയം ഈ പറഞ്ഞ രൂപത്തിലുള്ള പരാജയമാണ്. എന്നും അള്ളാഹു റബ്ബുൽ ആലമീൻ നിന്ദ വിധിച്ചിരിക്കുന്നു. കാരണം ഖൗം ഇതാണ്, അവരുടെ മനസ്സിൻ്റെ കൽബിൻ്റെ അവസ്ഥ ഇതാണ്. പാറയേക്കാൾ കടുത്തുറച്ചു പോയ ഹൃദയങ്ങൾ, കുഫറിൻ്റെ അങ്ങേയറ്റം, അള്ളാഹുവിൻ്റെ നബിമാരെ കൊന്നുകളയുക, ചതിപ്രയോഗം, കരുണ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിഭാഗം, ഇങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിനെ പരിഹസിക്കുക, ദീനിനെ പരിഹസിക്കുക. സുജൂദ് ചെയ്യാൻ പറഞ്ഞാൽ പിൻഭാഗം കുത്തി ഒരു നാട്ടിലേക്ക് കടന്നു കയറി. ചിന്തിച്ചു നോക്കൂ, സുബ്ഹാനല്ലാഹ്, ഇങ്ങനൊരു വിഭാഗത്തെക്കുറിച്ച്. ഒരു നാട്ടിലേക്ക് അള്ളാഹു തലകുനിച്ച് നിങ്ങൾ ഹെത്ത എന്ന് പറഞ്ഞുകൊണ്ട് കയറുക എന്ന് പറ. ഹെത്ത എന്ന് പറഞ്ഞാൽ പാപമോചനത്തിലുള്ള വാക്കാണ്. അള്ളാഹുവെ തെറ്റുമായ്ച്ചു കളയാണ്. ഖൗം പിന്തിരിഞ്ഞിട്ട് പിൻഭാഗം കാണിച്ചിട്ട് കയറുകയാണ്. എന്നിട്ട് ഹെംതസുൻ ഫി ശഅറ എന്ന് പറയുകയാണ്. ഹെംത എന്നത് ധാന്യത്തിന് പറയുന്ന പേരാണ്. ആ വാക്ക് അള്ളാഹു പറയാൻ പറഞ്ഞ പാപമോചനത്തിൻ്റെ വാക്ക് മാറ്റി പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതെന്തൊരു കൊടിയ കുഫറാണെന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു റബ്ബുൽ ആലമീൻ, അതുകൊണ്ടാണ് റബ്ബിൻ്റെ ശാപകോപങ്ങൾ അവർക്ക് ലഭിച്ചത്. ഏത് കാലത്തും ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങൾക്കും എതിര് നിൽക്കുക, സമൂഹത്തിന് ദ്രോഹം ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ തിരിച്ചിട്ട് അധികാരികളിൽ നിന്നും മറ്റും അവർക്ക് കിട്ടിയതും അങ്ങനെയായിരുന്നു. ലോക ചരിത്രത്തിൽ നസ്രാനികളായ ഭരണാധികാരികളുടെ കീഴിൽ ഈ ഖൗം ജീവിച്ചത് അങ്ങേയറ്റം നിന്ദ്യമായ അവസ്ഥയിലായിരുന്നു. എന്തെങ്കിലും അന്തസ്സ് കിട്ടിയിട്ടുണ്ടോ അത് മുസ്ലിമീങ്ങളുടെ ഭരണത്തിന് കീഴിലായിരുന്നു. വൃത്തിയിൽ ജീവിച്ചിട്ടുള്ളത് മുസ്ലിമീങ്ങൾക്ക് കീഴിലാണ്. കാരണം മുസ്ലിമീങ്ങൾ ആളുകളോട് അനീതി ചെയ്യുകയില്ല, അവരുടെ കീഴിൽ അന്തസ്സായി ജീവിച്ചിരുന്നു. ചരിത്രം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട കാലത്ത് നസ്രാനികളുടെ ഭരണാധികാരികളിൽ ഒരാൾ സ്വപ്നം കണ്ടു. ഹെറക്കിൽ സ്വപ്നം കണ്ടു. എന്ത്? ഇങ്ങനെ ഒരു നബി വരുന്നു, ചേലാകർമ്മം ചെയ്യുന്ന നബിയാണ്. നസ്രാനികൾ ചേലാകർമ്മം ചെയ്യാറില്ല. ആ നബി വന്ന് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ സാമ്രാജ്യമെല്ലാം ആ നബിക്ക് കീഴിൽ, മുസ്ലിമീങ്ങൾക്ക് കീഴിലാകും എന്നെല്ലാം ഇദ്ദേഹം സ്വപ്നം കണ്ടു. ഇദ്ദേഹം അതിൽ പ്രയാസപ്പെട്ടു. അദ്ദേഹം തൻ്റെ ഈ കാര്യം ചോദിച്ച ആളോട്, സൈന്യത്തിലൊരാളോട്, എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രയാസം, ഇങ്ങനെ മുഖത്തൊരു പ്രയാസം എന്ന് ചോദിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞു. മലിക്കുൽ ഖിത്താൻ, ചേലാകർമ്മം ചെയ്യുന്ന ആ മലിക് അദ്ദേഹം വന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ കേട്ട ഇദ്ദേഹം പറയാണ്, ഈ കാര്യത്തിലാണ് നിങ്ങൾ ബേജാറാകുന്നത്. ചേലാകർമ്മം ഇവർ ചെയ്യാറുള്ളത് യഹൂദികളാണ്. അവരെക്കുറിച്ചാണ് നിങ്ങൾ ഒരൊറ്റ ഉത്തരവ് ഇട്ടാൽ മതി, എല്ലാത്തിനും ശരിയാക്കി തരാം. ഒരു ഉത്തരവ് കൊടുത്താൽ എല്ലാവരെയും ഒറ്റയടിക്ക് ശരിയാക്കാം എന്നാണ് ആൾ പറയുന്നത്. അത്രയും സുബ്ഹാനല്ലാഹ് അവർക്ക് കൈപ്പിടിയിലായിരുന്നു ഈ ഖൗം ജീവിച്ചിരുന്നത്. ഏത് കാലഘട്ടത്തിലും നമുക്കിത് കാണാം. അതുകൊണ്ട് അവരുടെ ഈ കുതന്ത്രങ്ങളോ ഈ ക്രൂരതകളോ ഒന്നും മുസ്ലിമീങ്ങളെ ശാശ്വതമായി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരെ നേരിടാൻ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും നന്നായി വേണ്ടത് അവരുടെ ദീനിലേക്ക് അവർ തിരിച്ചു പോവുക എന്നതാണ്. മുസ്ലിമീങ്ങൾ യഥാർത്ഥ ദീനിലേക്ക് തിരിച്ചു പോവുക എന്നതാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ അവർക്കെതിൽ വിജയം നൽകാനുള്ള ഏറ്റവും വലിയ വഴി. അതാണ് അള്ളാഹു പറഞ്ഞു. നോക്കൂ ഈ ആയത്തിൻ്റെ ബാക്കി, കുലൂ മിൻ തയ്യിബാതി മാ റസഖ്നാകും, കുലൂ മിൻ തയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് റിസ്ഖായി നൽകിയതിൽ തയ്യിബാത്ത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. തയ്യിബ് എന്നാൽ വിശിഷ്ടമായ ഏത് റിസ്ഖും കഴിക്കാൻ ഒരു മുസ്ലിം അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല പാനീയം കുടിക്കാൻ മുസ്ലിമിന് അനുവാദമുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഒരു തയ്യിബായ ഭക്ഷണം ശർഈയായ ഒരു കാരണമില്ലാതെ ഒരാൾ ഒഴിവാക്കിയാൽ ഫഹുവ മദ്മൂം, അത് മോശമായ കാര്യമാണ്.
ഷർഈയായ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഷർഈൽ അനുവാദമുള്ള കാരണം. ഉദാഹരണത്തിന് ഒരു ഭക്ഷണം അയാൾക്ക് ഇഷ്ടമല്ല, അയാൾക്കത് നാവിന് പിടിക്കുകയില്ല, ആ രുചി അയാൾക്ക് ഇഷ്ടമില്ല, അയാൾക്കത് ഒഴിവാക്കാൻ ഇളവുണ്ട്. അല്ലെങ്കിൽ അയാളുടെ ശരീരം അതിനോട് യോജിക്കുകയില്ല. ഇപ്പോൾ ചില ഭക്ഷണം കഴിച്ചാൽ ചില ആൾക്ക് വയറ്റിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരാൾ ഒഴിവാക്കുന്നു. അങ്ങനെ ശർഈയായ വല്ല കാരണമുണ്ട് എങ്കിൽ ഒഴിവാക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് ആ കാരണങ്ങളിൽപ്പെട്ടതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, ഒരു ക്ഷാമം ഇസ്ലാമിക സമൂഹത്തിൽ പൊട്ടിപ്പുറപ്പെട്ട കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഖുബ്സ് എണ്ണയിൽ മുക്കി അതുമാത്രം കഴിച്ചിരുന്നു എന്ന്. കാരണം ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ ഞാനെങ്ങനെയാണ് ഇത് കഴിക്കുക? അവർക്ക് ഭക്ഷണമില്ലാത്ത അവസ്ഥയിൽ ഞാനെങ്ങനെയാണ് കഴിക്കുക? ജനങ്ങൾക്ക് ഞാൻ കഴിക്കുന്നതുകൊണ്ട് അവരുടെ ഭക്ഷണം കിട്ടുന്നതിൽ പിന്നെയും കുറഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടാണ്. ചരിത്രത്തിലുള്ളത് ഉമറിൻ്റെ തൊലിയുടെ നിറം മാറി എന്നാണ് ഇതിങ്ങനെ കഴിച്ചിട്ട്, കറുത്തുപോയി എന്ന്. സുബ്ഹാനല്ലാഹ്. ഇതുപോലുള്ള വല്ല കാരണവുമുണ്ടോ എങ്കിൽ ഒരാൾക്ക് കഴിക്കാതിരിക്കാം എന്നല്ലാതെ, കാരണം അത് മറ്റുള്ളവർക്ക് കുറവ് സംഭവിച്ചു പോകുമോ എന്ന പേടിയാണ്. അതുകൊണ്ട് ഭക്ഷണം നല്ലത് ഒഴിവാക്കുകയാണ്, കഴിക്കാൻ സൗകര്യമുണ്ടായിട്ടും. അല്ലെങ്കിൽ ശരീരത്തിന് പ്രശ്നം ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരാൾക്ക് വായിക്ക് രുചിയില്ലാതിരിക്കുക, അങ്ങനെയല്ലാതെ ഒരാൾ ഇബാദത്തായിക്കൊണ്ടോ മറ്റോ ഒരു ഭക്ഷണം ഉപേക്ഷിക്കാവുന്നത് തെറ്റാണ്. അത് ബിദ്അത്തായി വരെ മാറും. ഒരാൾ പറയുകയാണ്, എന്ത്, ഞാൻ മാംസം കഴിക്കുകയില്ല. എന്തുകൊണ്ടാണ്? അള്ളാഹ്ക്കുള്ള ഇബാദത്തായിക്കൊണ്ട്. അള്ളാഹ്ക്കുള്ള ഇബാദത്തായിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല? മാംസം ഒഴിവാക്കുകയാണ് എന്നൊരാൾ പറഞ്ഞാൽ അത് ബിദ്അത്താണ്. അവൊന്നും പുതിയതായി ചെയ്തിട്ടില്ല, പിന്നെന്താ ചെയ്തത്? ചെയ്യാതിരിക്കുകയാണ് ചെയ്തത്, തർക്കാൻ. അപ്പോൾ പ്രവർത്തിക്കുക മാത്രമല്ല, ചില പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കലും ബിദ്അത്താകും. കാരണം അള്ളാഹിൻ്റെ പ്രീതിക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ഉപേക്ഷിക്കുക എന്നത് ദീനിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ഇബാദത്ത് പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ നോക്കൂ, അള്ളാഹു അനുവദിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളോ പാനീയങ്ങളോ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ജനങ്ങൾക്ക് മേൽ ഹറാമാക്കുക ഗുരുതരമായ തെറ്റാണ്, വളരെ ഗുരുതരമായ തെറ്റാണ്. ചില വിവരദോഷികൾ ഹറാം എന്ന പദം യാതൊരു മടിയുമില്ലാതെ, ഹറാമാണെന്ന് യാതൊരു തെളിവും വന്നിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് കാണാം. ചില പാനീയങ്ങൾ, ശരി, അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഒരു കൂട്ടർ പറഞ്ഞതുകൊണ്ട് മാത്രം അതങ്ങനെ ആകണമെന്നില്ല. ഇനി അങ്ങനെ ആയാൽ പോലും ഹറാമാണെന്ന പൊതുവിധി പ്രസ്താവിക്കുക എന്നത് അത്യന്തം അപകടം പിടിച്ച കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. ആരാണ് ഇമാം ഷാഫിഈ? ഇമാം ഷാഫിഈ എത്ര വലിയ ഇമാമാണ്, അഹ്ലുസുന്നത്തിൻ്റെ ഇമ്മത്തുകളിൽ ഒരാളാണ്. അദ്ദേഹവും അദ്ദേഹത്തെ പോലെയുള്ള മുൻഗാമികളും സുബ്ഹാനല്ലാഹ് ഹറാം ഹലാൽ എന്ന പദം ഉപയോഗിക്കാൻ അങ്ങേറ്റം സൂക്ഷ്മത പാലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫിഈയുടെ അൽ ഉമ്മിലൊക്കെ നമുക്ക് കാണാം, ഉഹിബ്ബു, അക്റഹു എന്നിങ്ങനെ പ്രയോഗം ധാരാളമായി കാണാം. ഉഹിബ്ബു ഇന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു, അക്റഹു ഇന്നത് ഞാൻ വെറുക്കുന്നു. അവർ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളാണത്. ചില ദീനിൻ്റെ ചില മസാലകൾ പറഞ്ഞിട്ട് ഇന്ന കാര്യം അത് ഉഹിബ്ബു, അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ കുറിച്ചൊക്കെ ഇമാം ഷാഫിഈ പറഞ്ഞ ഭാഗത്ത് നമുക്ക് കാണാം, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ ഭാഗത്ത്, ആ ഖബർ ഒരു ചാണിലധികം ഉയർത്തുന്നത് ഞാൻ വെറുക്കുന്നു. അത് ആ ഖബർ കുഴിക്കാനെടുത്ത മണ്ണല്ലാതെ അത് മൂടാൻ ഉപയോഗിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രയോഗങ്ങൾ നമുക്ക് അൽ ഉമ്മിലും മറ്റും ധാരാളമായി കാണാം. എന്തുകൊണ്ടാണ് ഈ പ്രയോഗം? അത് അള്ളാഹുവിൻ്റെ ഒരു ആയത്തിൽ വന്ന താക്കീദിനെ പേടിച്ചിട്ടാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب إن الذين يفترون على الله الكذب لا يفلحون. നിങ്ങളുടെ നാവിന് തോന്നുന്നതനുസരിച്ച്, നിങ്ങളുടെ വായിൽ വന്നതനുസരിച്ച് ഹാദാ ഹലാൽ ഹാദാ ഹറാം എന്ന് പറയരുത്, ഇത് ഹലാൽ ഇത് ഹറാം എന്ന് പറയരുത്. ആ താക്കീതിൽ അകപ്പെട്ടു പോകുമോ എന്ന് പേടിച്ചിട്ട് നല്ല കാര്യങ്ങളെക്കുറിച്ച് പോലും അവർ പറയുമ്പോൾ ആദാ ഹലാൽ എന്ന് പറയാൻ ജാഗ്രത പാലിച്ചിരുന്നു, ആദാ ഹറാം എന്ന് പറയാൻ അവർ സൂക്ഷ്മത പാലിച്ചിരുന്നു. അതിന് പകരം അത്ര ഗൗരവമില്ലാത്ത ഇത്തരം പ്രയോഗങ്ങൾ പ്രയോഗിക്കും. ഇന്ന് സുബ്ഹാനല്ലാഹ് ചില ജാഹിലുകൾക്ക് ഒരു മടിയില്ലല്ലോ അത് ഹറാമാണ് എന്ന് പറയാൻ. എന്നിട്ട് ആളുകൾ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഒരാൾ അത് കറങ്ങി തിരിഞ്ഞ് പറയുകയാണെന്ത്, സലഫി പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ ഹറാമാണെന്ന് പറയുന്ന ഒരു കാലം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓ,
എന്തൊരു ന്യായീകരണം! അവനവൻ്റെ തെറ്റ് പറ്റിയാൽ അത് തിരുത്താന്നല്ല, വീണെടുത്തിറന്ന് ഉരുളുകയാണ്. എന്തൊരു കിബിറാണിത്! നാടൊട്ടുക്ക് ഞാൻ വിനയുള്ള ആളാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്ത് കാര്യം? ഈ വക കിബറും വെച്ച് നടന്നിട്ട് തെറ്റ് പറ്റിയെന്ന് പറയും. ഞാൻ പറയാൻ പാടില്ലായിരുന്നു. ഈ അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങളെക്കുറിച്ച് ഹറാമാണെന്ന് പറയുക, അങ്ങനെ പറയരുത്. വിവരക്കേടിൻ്റെ അടയാളങ്ങളാണ്. നമുക്കറിയില്ലേ, അറിയില്ല എന്ന് പറയാം. എവിടെയെങ്കിലും നെറ്റിൽ കണ്ടു ഇന്ന ഭക്ഷണത്തിൽ അതിൽ പന്നിയുടെ കൊഴുപ്പുണ്ട്, മുസ്ലിമുകൾ ഒന്നാകെ കഴിക്കുന്ന അവരുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഏതെങ്കിലും ബിസ്ക്കറ്റ് ആയിരിക്കും. ലോകത്തൊന്നാകെ മുസ്ലിമുകൾ ഒരു സംശയമില്ലാതെ കഴിക്കുന്നത്. ഏതെങ്കിലും ഒരു ന്യൂസ് വന്നു ഉടനെ അതെടുത്തിട്ട് ഇനി മുതൽ ഇത് കഴിക്കരുത്, ഇതിൽ പന്നിയുടെ കൊഴുപ്പുണ്ട്. എന്തൊക്കെ ഫേക്ക് ന്യൂസുകൾ വരുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏതെങ്കിലും ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ സംസാരിക്കുന്നത്. അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ജനങ്ങൾ ഒന്നാകെ ചെയ്യുന്ന ഒരു അമൽ അത് കൊണ്ടുപോയി നീ ബാത്തിലാക്കുന്നതൊക്കെ എന്ത് തെളിവാണുള്ളത്? അങ്ങനെ ചെയ്യാൻ ആളുകൾ പ്രയാസപ്പെടുത്തലാണത്. എത്രത്തോളം പല ഇബ്നു ഉഥൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ ഹറാം ഹലാലാക്കുന്നതിനേക്കാൾ അപകടമാണ് ഹലാൽ ഹറാമാക്കുന്നത് എന്ന് പറഞ്ഞത് കാണാം. അള്ളാഹ് ഹറാമാക്കിയൊരു കാര്യം ഹലാലാണെന്ന് പറയാം ഗുരുതരമായ തെറ്റാണ്, പാടില്ല. അള്ളാഹ് ഹലാലാക്കിയത് ഹറാമാണെന്ന് പറയാം, അതും ഗുരുതരമായ തെറ്റാണ്. പക്ഷേ ഏതാണ് ഏറ്റവും വലുത്? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ഇബ്നു ഉഥൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു ഹലാൽ ഹറാമാക്കലാണ് കൂടുതൽ അപകടം. കാരണം അതിൽ ആളുകളെ പ്രയാസപ്പെടുത്തലുണ്ട്. ജനങ്ങൾ ഉപയോഗിച്ചു വരുന്ന കാര്യത്തെ അതിൽ അവരെ തടസ്സപ്പെടുത്തുക. ആളുകൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന എത്രയോ ആളുകളാണ് ഞാൻ ഈ ഹറാമാണ് തിന്ന് ഇത്ര കാലം ഞാൻ കഴിച്ചു പോയത്, എൻ്റെ മക്കൾക്ക് കൊടുത്തത് എന്നിങ്ങനെ ബേജാറാവുകയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു വരുന്ന കാര്യം, ഏതോ ഒരു കൊഴുപ്പിൻ്റെ പേര്, അതിൻ്റെ എന്തോ ഒരു സയൻറ്റിഫിക് നെയിം, അത് വെച്ചിട്ട് ഇതിൽ പന്നി മാംസമുണ്ട്, പന്നിയുടെ കൊഴുപ്പുണ്ടെന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്, അതിൻ്റെ വസ്തുതകൾ അന്വേഷിച്ചു പോയപ്പോൾ കണ്ടത് യഥാർത്ഥത്തിൽ അത് പന്നിയുടെ കൊഴുപ്പ് മാത്രമൊന്നുമല്ല, പന്നിയിൽ നിന്ന് മാത്രമല്ല ആ കൊഴുപ്പ് കിട്ടുക, മറിച്ച് അത് സസ്യങ്ങളിൽ നിന്ന് കിട്ടും, മരങ്ങളിൽ നിന്ന് കിട്ടും. അതാണ് അത്ര കൂടുതൽ ചിലവ് കുറവ്. ഈ കമ്പനികളൊക്കെ ഒന്ന് ചിലവ് കൂടുതലും ഒന്ന് കുറവും. അപ്പോൾ ചിലവ് കൂടിയ ഈ കൊഴുപ്പെടുത്തിട്ട് ആളുകൾക്ക് തിന്നാൻ കൊടുക്കുക എന്ന് വിശ്വസിക്കാൻ വിവരക്കേടാണ്. ഒന്നതല്ല, മാത്രമല്ല നമ്മുടെ നാട്ടിലെ ചില വടക്കേ ഇന്ത്യയിലുള്ള ഫിഖ് പഠിച്ച ഒരുപാട് ആളുകൾ അവർ അതിനുവേണ്ടി പ്രത്യേകം പഠനം നിശ്ചയിച്ച് ആ വിഷയം പഠിച്ച് ഫത്വകൾ പോലും ഇറക്കിയിട്ടുണ്ട്, ഇത് ഹലാലാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ടാണ് നാട്ടിലെ ആളുകൾ എവിടുന്നോ എന്തോ കിട്ടിയപ്പോൾ ഈ ബിസ്ക്കറ്റിലൊക്കെ ഇങ്ങനെ ഒരു കൊഴുപ്പുണ്ട്, അതുകൊണ്ട് ഇത് ഹറാമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക, വാട്സപ്പിൽ പ്രചരിപ്പിക്കുക. അതുപോലെ സഹോദരങ്ങളെ, ഇതുപോലെ തന്നെയാണ് ബോയ്ക്കോട്ട് ചെയ്യാൻ പ്രചരിപ്പിക്കുന്നതും. ഒരാൾക്ക് അത്തരം കാര്യങ്ങൾ വ്യക്തിപരമായി ഇന്ന രാജ്യത്തിൻ്റെതാണ്, കമ്പനിയുടേതാണെന്ന് ഉറപ്പായി അയാൾ വ്യക്തിപരമായി അത് ഒഴിവാക്കുന്ന അയാളുടെ കാര്യം. പക്ഷേ മുസ്ലിമീങ്ങൾക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം, എല്ലാവർക്കും അത് ഉറപ്പുള്ള കാര്യമല്ല. മാത്രമല്ല ശറഇൽ എല്ലാവരുടെ മേലും ഇങ്ങനൊരു ബാധ്യതയുണ്ട് എന്ന് പറയാൻ തെളിവ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താകട്ടെ മുസ്ലിമീങ്ങളുമായി യുദ്ധത്തിലുണ്ടായിരുന്ന പലരുമായും കച്ചവട ഇടപാടുകൾ നടത്തിയതായി വ്യക്തമായി വന്നിട്ടുണ്ട്. കാരണം കച്ചവടം എന്ന് പറയുന്നത് അത് വെറുതെ കൊടുക്കലല്ല. നീ അങ്ങോട്ട് പൈസ കൊടുക്കുമ്പോൾ നിനക്ക് ഇങ്ങോട്ട് പ്രോഡക്റ്റ് ആൾ തരുന്നുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതാണ്. ഇങ്ങോട്ടേക്ക് മാത്രമുള്ളതല്ല, വെറുതെ കൊടുക്കണമല്ലേ, സംഭാവന കൊടുക്കുന്നതല്ല, അതിനങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ചിലതിൽ നീ വാങ്ങുന്നത് കൊണ്ട് നിനക്കായിരിക്കും ലാഭം. എപ്പോഴും വിറ്റ ആൾക്കാണ് മാത്രമേ ലാഭം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഇതൊന്നും അറിയാതെ ഒരാൾ ജനങ്ങൾക്കൊക്കെ അത് ബോയ്ക്കോട്ട് നിർബന്ധമാക്കുക, അത് തന്നെ പലരും പ്രചരിപ്പിക്കുന്നത് യാതൊരു ഉറപ്പില്ലാത്ത കാര്യമാണ്. ഈ കമ്പനി ഇന്ന മുസ്ലിമീങ്ങളുടെ ശത്രുക്കളുടെ രാജ്യത്തു നിന്നുള്ളതാണ് എന്ന് പലർക്കും ഒരു ഉറപ്പില്ല. അതിനൊന്നും വസ്തുതകളുടെ പിൻബലമില്ല, പലതിനും. എല്ലാത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ മുസ്ലിമീങ്ങളുടെ പൊതുബാധ്യതയായി എല്ലാവർക്കും ഇത് ബോയ്ക്കോട്ട് ചെയ്യൽ ബാധ്യതയാണ്. അല്ലാത്തവൻ മുസ്ലിമീങ്ങളുടെ ശത്രുക്കളെ സഹായിക്കാൻ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ കൊല്ലാൻ സഹായിക്കാൻ എന്നൊക്കെ പറയുക എന്നത് ഗുരുതരമായ കാര്യമാണ്. മനസ്സിലായില്ല? അത് വാങ്ങി തിന്നുന്ന അയാൾക്ക് അള്ളാഹിൻ്റെ അടുത്ത് ചിലപ്പോൾ യാതൊരു കുറ്റം ഉണ്ടാവില്ല. പക്ഷെ അവനെ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ആളായി ആരോപിച്ച് നിൻ്റെ മേൽ വലിയ കുറ്റമായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാകുക. വളരെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വലിയ വലിയ വിഷയങ്ങളാണ്, മുസ്ലിമീങ്ങളെ പൊതുവായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. അത്തരം വിഷയങ്ങളിൽ സംസാരിക്കേണ്ട ആളുകളെ സംസാരിക്കാവൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് ചിലരെ കുറിച്ച് പറഞ്ഞു, വതന്തിഖു ഫീഹി റുവൈബിദ,
റുവൈബിദമാണ് അന്ന് സംസാരിക്കും. അന്ത്യനാൾ അടുത്ത കാലത്താണ്. അപ്പോൾ ആളുകൾ ചോദിച്ചു, നബി ആരാണ് റുവൈബിദ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലു താഫിഹ് ഫി അംരിൽ ആമ്മ. റജുലു താഫിഹ്, ഒന്നിനും കൊള്ളാത്ത ഒരുത്തൻ, 5 പൈസയുടെ വിവരമില്ലാത്ത ആൾ മുസ്ലിമീങ്ങളുടെ വലിയ പൊതുവായ വിഷയങ്ങളിലൊക്കെ സംസാരിക്കും. മനസ്സിലായില്ല? അപ്പം നിങ്ങൾ സംസാരിക്കുന്നില്ലേന്ന് ചോദിക്കണ്ട. നമ്മൾ സംസാരിച്ചത് നിലവിലുള്ള അവസ്ഥ അത് തുടരാനാണ്, അതല്ല നിങ്ങളാണ് പുതിയ ഉണ്ടാക്കിയത്. മുസ്ലിമീങ്ങൾ കഴിച്ചു വരുന്നൊരു കാര്യം അത് ഹറാമാണെന്ന് പറഞ്ഞാൽ നിങ്ങളാണ്, നമ്മളത് ഹലാലാണെന്നാണ് പറഞ്ഞു വരുന്നത്. മനസ്സിലായി? അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ആ മുസ്ലിമീങ്ങൾ ഒന്നാകെ ബാധിക്കുന്ന കാര്യം, അത് പറഞ്ഞത് ഈ രൂപത്തിൽ പറഞ്ഞവരാണ്. അതല്ലാതെ നേരത്തെ വരുന്ന അവസ്ഥ തുടർന്നു പോകാൻ പറയുന്ന ആളുകൾ അവർ മുസ്ലിമീങ്ങളുടെ വലിയ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചു എന്ന് പറയേണ്ടതില്ല. രണ്ടാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കുന്നു. മുസ്ലിമീങ്ങൾ തുടർന്നു പോകുന്ന ഒരു കാര്യം അത് അതിലടങ്ങാറാക്കാൻ വരരുത് എന്ന് പറയുന്നവൻ മുസ്ലിമീങ്ങളുടെ പൊതുവിഷയത്തിൽ ഇടപെട്ട് വലിയ ഫത്വ കൊടുത്തു എന്ന് പറയേണ്ടതില്ല. മറിച്ച് പാടില്ല എന്ന് പറയുന്നവനാണ് പുതിയ ഫത്വയും കൊണ്ടുവന്ന് മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടിച്ചത്. നോക്കൂ, അള്ളാഹു പറഞ്ഞു, വമാ ളലമൂന വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അവർ നമ്മോട് അതിക്രമം ചെയ്തിട്ടില്ല, മറിച്ച് അവരവരോട് തന്നെയാണ് അതിക്രമം ചെയ്യുന്നത്. ഏത് തിന്മയും സ്വന്തത്തോടുള്ള അതിക്രമമാണ്. മറ്റുള്ളവരോടുള്ള അതിക്രമത്തേക്കാൾ മുൻപേ ഏത് തിന്മ ചെയ്യുന്നവനും അവനവനോട് തന്നെയാണ് അതിക്രമം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വരുന്ന ദർസിൽ മനസ്സിലാക്കാം. വല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.